ഹായ് ഗൈസ്, നമുക്കിന്ന് നമ്മുടെ +2 ബയോളജിയിലെ കുറച്ച് ബയോടെക്നോളജിയും കുറച്ച് ജെനറ്റിക്സ് ഒക്കെ പഠിച്ചാലോ. ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോയി കളയില്ലേ. ചിലവർക്ക് ജെനറ്റിക്സ് സിമ്പിൾ ആയിരിക്കും, ചിലവർക്ക് കുറച്ച് പാടൊക്കെ ആയിരിക്കും. പാടാണെങ്കിൽ സിമ്പിൾ ആണെങ്കിൽ വന്നോന്നേ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ആക്കാം. ഞാനല്ലേ പറയുന്നേ, വരുന്നേ. Reach Learning Edge, spreading the knowledge for the humankind. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് റീച്ച് ലേണിംഗ് എഡ്ജ്. നമുക്കിന്ന് നമ്മുടെ +2 ബയോളജിക്കകത്ത് വരുന്ന ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ബയോടെക്നോളജി എന്ന് പറയുമ്പോഴേ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവം, ഇത് നമ്മുടെ ജെനറ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഒരു മേജറായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബയോടെക്നോളജി. ഇതിനകത്ത് നമുക്ക് ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്ററാണ് ഒന്ന് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും പിന്നെ നമ്മുടെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതൊക്കെ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഇതൊരു ക്ലാരിറ്റി ലെവൽ, ഇതാണ് ബയോടെക്നോളജി, ഇങ്ങനെയാണ് ബയോടെക്നോളജി എന്നൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം എന്നുള്ളത് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്ന ഒരു സംഭവം. ഇന്നത്തെ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് നമ്മുടെ ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു എന്താ പറയുക, ബയോടെക്നോളജി എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ഒരു എന്താണ് ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആണ്. നമ്മൾ ഇതിനകത്ത് നമുക്ക് +2 ലെവലിൽ നമുക്ക് 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഒന്ന് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും, അടുത്തത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതിനകത്ത് നമ്മൾ ബയോടെക്നോളജി വെച്ച് എന്തൊക്കെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നും അത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് ഇത് എങ്ങനെയാണ് ഈ ഒരു സംഭവം പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ പിറകിലുള്ള റൂൾസ് എന്താണ്, ഇതെങ്ങനെയാണ്, ഇതിന് നമുക്ക് എന്തൊക്കെ ടൂൾസ് വേണം, ഇതിന് എന്തൊക്കെ പ്രോസസ്സുകളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കാണാനുള്ളത്. ഇതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് വരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂൾ ആയിട്ടുള്ള നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇന്ന് കാണാനുള്ളത്. ഇതിനകത്ത് നമുക്കപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ വേർഡ് മീനിങ് വെച്ച് തുടങ്ങിയാലോ. എന്താണ് വേർഡ് റെസ്ട്രിക്ഷൻ എൻസൈംസ്? എന്താണ് റെസ്ട്രിക്ഷൻ? ഇവിടെ നമുക്ക് 2 വേർഡുണ്ട്. എൻസൈം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ +1 നമ്മൾ നോർമലി ഈ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. എൻസൈം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്കിപ്പം ബയോളജിക്കലി ഒരു ലിവിങ് ഓർഗാനിസത്തിനകത്ത് കാണുന്ന ഒരു എന്തായാലും ഒരു കെമിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് റിയാക്ഷനൊക്കെ കാറ്റലിസ്റ്റ് ആക്റ്റീവ് ആക്കി ബയോ കാറ്റലിസ്റ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ വാക്കിൽ നമുക്ക് എൻസൈമിനെ പറയാം. ബയോളജിക്കലി ലിവിങ് ഓർഗാനിസത്തിനകത്ത് കാണുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാറ്റലിസ്റ്റാണ് നമ്മൾ ജനറലി എന്ത് വിളിക്കുന്നത്, എൻസൈം എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്, ആദ്യം ഒരു വേർഡ് കിടപ്പുണ്ട്. എന്താണ്ട് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന വേർഡ്. എന്താണ്ട് റെസ്ട്രിക്ഷൻ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഗംഗ ഇപ്പോൾ പോകണ്ട, അതെന്താ ഞാൻ പോയാൽ? ഇതാണ് ജനറലി നമുക്ക് എന്ത് പറയുന്നത്, റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തടസ്സം വയ്ക്കുക, ഒരു സംഭവം ചെയ്യേണ്ടെന്ന് പറയുക, ഇങ്ങനെ അല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുക. ഇതൊക്കെയാണ് നമ്മൾ ജനറലി എന്ത് പറയുന്നത്, നമ്മുടെ റെസ്ട്രിക്ഷൻ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മറ്റേ ഈ നാഗവല്ലി പടത്തിനകത്ത് നമ്മുടെ നകുലനും നമ്മുടെ ഈ നാഗവല്ലി എന്ന് പറയുന്നത് ഗംഗയുമായിട്ടുള്ള ഒരു ഇതെന്താണ്, ആ ഒരു ക്ലാഷ്, ഒരു മൂമെന്റില്ലേ, അതാണ് സത്യം പറഞ്ഞ സിമ്പിളായിട്ട് പറഞ്ഞ റെസ്ട്രിക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഞാൻ പറഞ്ഞു, ഒരു സംഭവം നമുക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി, അത് ഫോർവേഡ് പോകാൻ വേണ്ടി സഹായിക്കുന്ന ഒരാളാണ് എന്ത്, കാറ്റലിസ്റ്റ്. അപ്പം ഈ വേർഡിനകത്ത് നമുക്ക് 2 സംഭവം, എന്താണ്, ഒന്ന് ചെയ്യാൻ സമ്മതിക്കുന്നു, എന്നാൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 2 കാര്യമാണ്. ഇവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പർട്ടിക്കുലർ സംഭവം നടക്കാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എൻസൈം എന്ന് നമുക്ക് ഈ വേർഡിൻ്റെ മീനിങ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ എന്നാൽ എന്താണ് നടക്കാത്തത്, എന്താണ് അനുവദിക്കാത്തത് എന്നുള്ളതാണ് നമുക്ക് കാര്യം. നമുക്ക് ഇതിനകത്ത് നമുക്ക് 2 ആളെ നമുക്ക് മീറ്റ് ചെയ്യാനുണ്ട്. ഒരു ബാക്ടീരിയ ഉണ്ട്, ഒരു വൈറസും ഉണ്ട്. ഇപ്പം നോക്കി, നമുക്കൊരു അസുഖം വരുന്നു, നമുക്ക് വൈറലായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം, ഫംഗസ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാം അല്ലേ. നമുക്ക് ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു ബാക്ടീരിയക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്ന് ചോദിച്ചാൽ വരും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അതിനെ തടയുന്ന ആളാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയനെ കൊല്ലാൻ വരുന്ന കുറച്ച് വൈറസുകളുണ്ട്. അവരെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജസ് എന്ന് നമ്മൾ പറയും. എന്ത് പറയും? ബാക്ടീരിയോഫേജസ് എന്ന് പറയും. എന്താണ് ഇനി ഈ വേർഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ തിരിക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് വരുന്ന വേർഡ് എന്താണ്,
ബാക്ടീരിയോ, ദിസ് കംസ് ഫ്രം ദി വേർഡ് ബാക്ടീരിയ. ഇതിനകത്ത് അടുത്തൊരു വേർഡാണ് ഫേജസ്. എന്താണ് ഫേജസ്? ഫേജസ് മീൻസ് കൊല്ലുക, അന്ന് ഖട്ടിയേക്ക് എന്ന് പറയുന്ന പോലെ കൊല്ലുക, കഴിക്കുക, വിഴുങ്ങുക, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഫേജസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്. ഇപ്പൊ ബാക്ടീരിയ ഫേജസ്, ബാക്ടീരിയനെ കൊല്ലുന്നവൻ. ബാക്ടീരിയനെ ആര് കൊല്ലുന്നു? എല്ലാവരും പോയിട്ട് ബാക്ടീരിയനെ കൊല്ലാൻ പറ്റത്തില്ല. ബാക്ടീരിയ നല്ല അത്യാവശ്യം നല്ല റെസ്ട്രിക്ഷൻ പവർ ഉണ്ട്, അത്യാവശ്യം എന്ത് ചെയ്യും, പിടിച്ച് നിൽക്കും എന്നുള്ള പോലെ നമ്മളെക്കാൾ നല്ല ഇമ്മ്യൂണിറ്റി കൊള്ളാണെന്നുള്ളതൊക്കെ ഓർത്തിക്കാം. ഇവിടെ നമുക്ക് ഇതിനെ കൊല്ലാൻ വരുന്നത്, ബാക്ടീരിയനെ കൊല്ലാൻ വരുന്ന വൈറസുകളാണ് നമ്മൾ ഇതിനെ എന്ത് പറയുന്നത്, ബാക്ടീരിയ ഫേജ്. ഇപ്പോൾ വൈറസ് നമ്മളെ അറ്റാക്ക് ചെയ്യും, അതേപോലെ വൈറസ് ആരെ അറ്റാക്ക് ചെയ്യും? ബാക്ടീരിയസിനെ അഫക്ട് ചെയ്യും. അങ്ങനെ അഫക്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വൈറസുകളാണ് എന്ത്, ബാക്ടീരിയ ഫേജ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ തടയാൻ വേണ്ടി നമ്മുടെ ബാക്ടീരിയ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എന്ത്, നമ്മുടെ ബാക്ടീരിയോ ഫേജസ്, നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പറയും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കഥയുണ്ട്. പണ്ട് അങ്ങ് 1963 1963 ഈക്കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈക്കോളൈ അല്ലെങ്കിൽ എസ്ചെർഷ്യ കോളൈ, ഓക്കെ, നമ്മുടെ ഗട്ട് സിസ്റ്റത്തിനകത്തൊക്കെ കാണുന്ന വൺ ഓഫ് ദി ബാക്ടീരിയ. എസ്ചെർഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയനെ ആര് കൊല്ലും? നമ്മൾ നോർമലി ബാക്ടീരിയ ഫേജ് കൊല്ലും. ഓരോരോ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഫേജ് പോയിട്ട് എന്ത് ചെയ്യും? ബാക്ടീരിയ ഫേജ് നമുക്കൊരു ക്ലാസ് ഓഫ് വൈറസുകളായിട്ട് പറയാൻ പറ്റും. ബാക്ടീരിയസിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് വൈറസ് ആണ് ആര്? ബാക്ടീരിയ ഫേജ്. അങ്ങനെ നമ്മുടെ ഈക്കോളൈനെയും കൊല്ലാൻ ആര് വരുന്നു? ബാക്ടീരിയ ഫേജ് വരുന്നു. പക്ഷേ അവിടെ ഇപ്പം നമുക്കിപ്പം നോക്കി, ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പം നമുക്കിപ്പോൾ ബാക്ടീരിയ ഒന്ന് നമ്മളെ എഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വൈറസ് ഒന്ന് എഫക്ട് ചെയ്യാം. നമ്മുടെ എൻവറോൺമെന്റ് ചുറ്റും, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, ചുറ്റും എന്തുണ്ടേ? നിറച്ച് ബാക്ടീരിയ, വൈറസ്, അത് ഇതൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാം വന്നിട്ട് എനിക്കിട്ട് എൻ്റെ നെഞ്ചത്ത് കയറി വന്നിട്ട് പൊങ്കാലിട്ടുന്ന ഇല്ല. എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് നമുക്കും പനി വരും, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വയ്യൊക്കെ പിടിച്ച് നമ്മളും കിടക്കും. അതല്ലാത്ത പക്ഷേ വി ഗൈസ് ആർ ഓൾ ഹെൽത്തി അല്ല, നമുക്ക് നോർമലി കണ്ടീഷൻ ഹെൽത്തി. എന്താ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാക്ടീരിയക്കുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് എന്ത് പറയാം? ഈ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഒരു സെറ്റപ്പിന് നമുക്ക് പറയാൻ പറ്റും. അതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ. ഇവിടെ നമ്മുടെ ബാക്ടീരിയ ഫേജുകൾ നമ്മുടെ ഈക്കോളൈനെ വന്ന് കൊല്ലാൻ വേണ്ടി വരും. പക്ഷെ ഈക്കോളയ്ക്ക് എന്തുണ്ട്? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട്? ഒരു സിസ്റ്റം ഉണ്ട്. ആൻഡ് ദോസ് സിസ്റ്റത്തിന് താഴെ വരുന്ന ഒരാളാണ് ഇത്. 1963 എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെ നമ്മുടെ ഈക്കോളൈ പിടിച്ച് നിൽക്കുന്നു. ഈക്കോളൈ നമ്മുടെ ബാക്ടീരിയ ഫേജിനെ കൊല്ലാൻ വേണ്ടി 2 എൻസൈം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 എൻസൈമുകൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബോഡിക്കകത്താണെങ്കിൽ നമുക്ക് അതിന് ഇമ്മ്യൂണിറ്റി ആയിട്ട് വരുന്ന കുറേ സാധനങ്ങൾ ആന്റിബോഡീസ് എന്നൊക്കെ വിളിക്കും. അപ്പം നമ്മുടെ ബാക്ടീരിയ ഫേജിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഈക്കോളൈ കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ 2 ആളും. അതിന് ആദ്യം വരുന്ന ആൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയ ഫേജിന്റെ അകത്ത്, ബാക്ടീരിയ ഫേജ് ബേസിക്കലി ഒരു DNA ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു വൈറസ് ആണ്. ഇതിനകത്ത് ബാക്ടീരിയ ഫേജിനെ കൊല്ലാൻ നമുക്കിപ്പം നോർമലി വൈറസ് എന്ന് പറയുമ്പോൾ വൈറസ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആണ്. ഒരു ന്യൂക്ലിക് ആസിഡ് RNA അല്ലെങ്കിൽ DNA ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവും, ഏതൊരു RNA അല്ലെങ്കിൽ DNA. അതിന്റെ മണ്ടയ്ക്ക് എന്തുണ്ടാവും? ഒരു പ്രോട്ടീൻ ലെയർ ഉണ്ടാവും, ക്യാപ്റ്റൻ. ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം നമുക്കിപ്പം നമ്മുടെ ബാക്ടീരിയസിനെ കൊല്ലാനൊക്കെ പലതരം മരുന്നുകളുണ്ട്. അത് പലതരം രീതിയിൽ വർക്ക് ചെയ്യും. ഏതൊരു അതിന്റെ സെൽ മെംബ്രെയിനെ പോയിട്ട് പൊട്ടിക്കും, അതിന്റെ ന്യൂക്ലിയസിനെ പോയിട്ട് പൊട്ടിക്കും. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ് നമുക്ക് എവിടെ ഉണ്ട്? ബാക്ടീരിയസിനെ കൊല്ലമുണ്ട്. പക്ഷെ വൈറസിനെ കൊല്ലം നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനകത്തുള്ള ന്യൂക്ലിക് ആസിഡിനെ കൊല്ലണം, അതിന്റെ പുറത്തുള്ള കാര്യത്തിൽ നിന്ന് കൊല്ലണം. അങ്ങനെ 2 സംഭവമുള്ളൂ, ന്യൂക്ലിക് ആസിഡും പ്രോട്ടീൻ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ ഈക്കോളൈ എന്ന് പറയുന്ന സംഭവം എടുക്കുന്നത് അതിന്റെ ന്യൂക്ലിക് ആസിഡിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ അതിനെ ഇല്ലാണ്ടാക്കാൻ 2 രീതി എടുക്കുന്നുണ്ട്. ഒരു എൻസൈം വെച്ചിട്ട് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിഥൈൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യും. എന്താണ് മിഥൈൽ ഗ്രൂപ്പ്? മിഥൈൽ ഗ്രൂപ്പ് മീൻസ് CH3 ഗ്രൂപ്പ്. ഓക്കെ, എന്താണ് മീഥൈൻ? CH4. അതിൽ നിന്ന് ഞാനൊരു ഹൈഡ്രജൻ എടുത്ത് മാറ്റിയാൽ ഐ വിൽ ഗെറ്റ് എ മിഥൈൽ ഗ്രൂപ്പ്. CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് അതിന്റെ DNA സ്ട്രാൻഡിന്റെ ഇടയ്ക്ക് അവിടെ ആഡ് ചെയ്യും. ഓക്കെ, മിഥൈലേഷൻ ഓഫ് DNA എന്ന് നമ്മൾ എന്ത് ചെയ്യും പറയും? മിഥൈൽ ഗ്രൂപ്പ്സിനെ കൊണ്ട് ആഡ് ചെയ്യും. മിഥൈലേഷൻ ഓഫ് DNA എന്ന് പറയാം. മിഥൈൽ ഗ്രൂപ്പിനെ അഡീഷൻ ഓഫ് മിഥൈൽ ഗ്രൂപ്പ്സ് ടു DNA നമ്മുടെ സൈറ്റോസിൻ, നമ്മളിപ്പോൾ ബേസ് പേരിനകത്ത് പറയുന്ന സൈറ്റോസിൻ, അഡനിൻ, ഇതിന്റെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? മിഥൈൽ ഗ്രൂപ്പിനെ കൊണ്ട് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്താൽ എന്ത് ചെയ്യത്തില്ല? ആ ഒരു പർട്ടിക്കുലർ DNA സ്ട്രാൻഡ് വന്നിട്ട് അതിനകത്ത് അഫക്ട് ചെയ്യത്തില്ല. അപ്പം നോർമലി വൈറസ് എന്താ ചെയ്യുന്നത്? വൈറസ് പോകുന്നു, നമ്മുടെ ഏതെങ്കിലും ഒരു ലിവിങ് ഓർഗൻസിനകത്ത് കയറുന്നു, അതിന്റെ സെൽ മെംബ്രെയിൻ വഴി അകത്ത് കയറി ന്യൂക്ലിയസിനകത്ത് കയറുന്നു. അതിന്റെ ന്യൂക്ലിക് ആസിഡ്, അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ, ഇപ്പം അത് അറ്റാക്ക് ചെയ്യുന്ന ഹോസ്റ്റിന്റെ ജനറ്റിക് മെറ്റീരിയലിന്റെ കൺട്രോൾ എന്ത് ചെയ്യുന്നു? അതെടുക്കുന്നു. അപ്പൊ ഇവിടെ അതിനെന്ത് വേണം? അത് വർക്ക് ചെയ്യുന്ന ഒരു അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ നശിപ്പിച്ചാൽ എന്ത് ചെയ്യത്തില്ല? അത് പിന്നെ എഫക്ട് ചെയ്യത്തില്ല. അതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ ഈക്വൽ എന്ത് ചെയ്തിട്ടുള്ളൂ എടുത്തുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ DNA സ്റ്റാൻഡിന്റെ ഇടയ്ക്ക് കൊണ്ടൊരു മിഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു. ഇപ്പം നോർമലി DNA എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇറ്റ്സ് എ കെമിക്കൽ. ആ കെമിക്കലിന്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്താൽ എന്ത് ചെയ്യും? അതിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും, അത് വർക്ക് ചെയ്യുന്ന രീതി മാറും,
അത് ഉദ്ദേശിച്ച പോലെ എന്ത് ചെയ്യത്തില്ല, വർക്ക് ചെയ്തില്ല. അത് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് എൻസൈം ചെയ്യുന്നത്. ഓക്കെ, ഇതല്ല നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം, ഇതാണ് ഫസ്റ്റ് എൻസൈം. അതിനകത്ത് ഈ കൊളയ്ക്കകത്ത് 2 എൻസൈം ഉണ്ട്, അതിനകത്ത് വരുന്ന ഫസ്റ്റ് എൻസൈമാണ് ഇത്. ഇനി അടുത്തൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറസിന്റെ DNA അല്ലെങ്കിൽ വൈറസിന്റെ എന്താണ് ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ അതിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചന്നം പിന്നെ അങ്ങ് വെട്ടിക്കളയും. അതാണ് അടുത്ത പരിപാടി. ഇപ്പം നോക്കിയപ്പം DNA സ്റ്റാൻഡ് നിങ്ങളൊരു ത്രെഡ് ആയിട്ട് കാണിച്ചിട്ടില്ലേ, നമുക്ക് കണ്ട് ഇത്രയും ലീവൺ ഓഫ് ത്രെഡ് ആണ്. ഇതിന് ഞാൻ ഇടയ്ക്കിരുന്ന് വെട്ടിക്കളഞ്ഞാൽ എന്ത് പറ്റും, എനിക്ക് ത്രെഡ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും? ഇല്ല. എനിക്കിപ്പോൾ ഇത്രയും നീളം ഓഫ് ത്രെഡ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഞാൻ വെട്ടിക്കളഞ്ഞാൽ ഐ ക്യാൻ യൂസ് ഇറ്റ്, റൈറ്റ്? അതേ സംഭവം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ എൻസൈം ചെയ്യുന്നത്. ആൻഡ് അതാണ് നമ്മുടെ ഇവിടത്തെ കഥയിലെ താരമായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ആയിട്ട് നമ്മൾ പിന്നീട് വിളിക്കുന്നത്. ഈ കട്ട് ചെയ്യുന്നവരാണ് നമ്മൾ ജനറലി റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയും. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേര് വരാനുള്ള ഇത് മനസ്സിലായിട്ടുണ്ടോ? റെസ്ട്രിക്ഷൻ, തടഞ്ഞു നിർത്തുന്നു. നമ്മുടെ നകുലൻ ഗംഗയെടുത്ത് നീ ഇപ്പൊ പോണ്ട എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തിയതുപോലെ ഇവിടെ നമ്മുടെ ഈക്വൽ എന്ത് ചെയ്യുന്നു, നീ എൻ്റെ ശരീരത്തിനകത്ത് കയറണ്ട എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു നിർത്തുന്നുണ്ട് ഈ എൻസൈം. ഇത് ഫസ്റ്റുള്ള എൻസൈം നമ്മൾ അങ്ങനെ പേരിട്ടിട്ടില്ല, സെക്കൻഡുള്ള എൻസൈമാണ് നമ്മൾ പേരിട്ടത്. കാരണം നമുക്ക് ഉപയോഗമുള്ള അതാണ്, നമുക്ക് മറ്റേത് വെച്ചിട്ട് നമുക്ക് വലിയ ഉപയോഗമില്ല. നമുക്ക് ഈ എൻസൈമായിട്ട് പണിയുണ്ട്. സോ ഇത് രണ്ടും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ എൻസൈം അത് തന്നെയാണ് ചെയ്യുന്നത്, ഇത് അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിന് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നുള്ളൂ. ഇതാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈമിന് റെസ്ട്രിക്ഷൻ എൻസൈം എന്നുള്ള പേര് കിട്ടാനുള്ള സംഭവം. ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം നമ്മുടെ താരം എന്താ ചെയ്തത്, ചന്നം ഭിന്നം കട്ട് ചെയ്യുകയല്ലേ ചെയ്തത്. നമുക്കും ഇവിടെ അത് തന്നെയാണ് വേണ്ടത്. ഇപ്പം നമുക്ക് ഒരു DNA സ്റ്റാൻഡ് കിട്ടിയാൽ നമുക്ക് ബയോടെക്നോളജിക്കകത്ത് നമ്മൾ ജനറലി എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ DNA സ്റ്റാൻഡിനകത്ത് ചേഞ്ചസ് വരുത്തും, അല്ലെങ്കിൽ നമ്മുടെ RNA സ്റ്റാൻഡ്സിനകത്ത് ചേഞ്ചസ് വരുത്തും, ജനറ്റിക് മെറ്റീരിയൽസിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്തും. ജനറലി നമ്മൾ ഈ പറഞ്ഞ DNA സ്റ്റാൻഡ് നമ്മുടെ ഇതൊക്കെ ഈ ജനറ്റിക് മെറ്റീരിയൽസ് ഒക്കെ എന്താണ് ഒരു സ്റ്റാൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയല്ല. ഇപ്പം നമുക്ക് മോളിക്കുലർ ബേസ് ഓഫ് ഇനർട്ടൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസിന്റെ അകത്ത് അതിൻ്റെ അകത്ത് ക്രോമസോംസ് ഉണ്ടാവും. അതിൻ്റെ അകത്തൊക്കെ കാണുന്ന ആൾക്കാരാണ് ഈ പറയുന്ന DNA സ്റ്റാൻഡ്സ് എന്നൊക്കെ പറയുന്നത്. ഈ DNA സ്റ്റാൻഡിനെ നമ്മൾ ദാണ്ട് ചെയ്തപ്പോൾ നോക്കിയാൽ ഇതാണ് DNA സ്റ്റാൻഡ് എന്ന് വയ്ക്കുക. എനിക്കിപ്പോൾ ഇവിടെ എന്തുണ്ട്, നീലയുണ്ട്, വൈറ്റ് ഉണ്ടല്ലേ. ഇതിൽ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്താലല്ലേ എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഇതിൽ ചേഞ്ച് വരുത്തണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പച്ച കളറും കൂടി എനിക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് എന്താണ് ഇതിടയ്ക്ക് കട്ട് ചെയ്യുന്നു, മാറ്റുന്നു, അതിൻ്റെ ഇടയ്ക്ക് പച്ച കളർ. അപ്പം നിങ്ങൾ പെയിന്റ് അടിച്ചാൽ പോരെ, പെയിന്റ് അടിക്കുന്നതല്ല, അത് എന്താണ് ഒരു ടെമ്പററി സിസ്റ്റം അല്ല. നമുക്കൊരു പെർമനൻ്റ്ലി വർക്കിംഗ് സിസ്റ്റം ആക്കണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ കളർ ഞാനിപ്പം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യണം, വെക്കണം. അതിന് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈം. അപ്പം നിങ്ങൾ ഒരു കത്തിരി എടുത്തും നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് ഇവിടെ കൂടെ തുന്നി വെച്ചാൽ പോരെ എന്ന്. തുന്നി വയ്ക്കാൻ പറ്റത്തില്ല, നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാമെന്നായിരിക്കും, പക്ഷേ തുന്നി വയ്ക്കാൻ പറ്റത്തില്ല. തുന്നി വയ്ക്കുന്ന പരിപാടിയും കൂടെ നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു DNA സ്റ്റാൻഡ് ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, നമ്മൾ DNA സ്റ്റാൻഡിനെ കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്ന ആൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നമുക്കിനി ബേസിക്കലി നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്ന സംഭവം ആക്ച്വലി വരുന്നത് വലിയൊരു ക്ലാസ് ഓഫ് എൻസൈം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു കൂട്ടം ഓഫ് എൻസൈമിന്റെ താഴെ വരുന്ന ഒരാളാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആ ക്ലാസ് ഓഫ് എൻസൈമിന്റെ പേരാണ് ന്യൂക്ലിയേസസ്. എന്താണ് ന്യൂക്ലിയേസസ്? നമ്മൾ ജനറൽ ഇതിന്റെ പേര് തന്നെ നമുക്ക് പറയാൻ പറ്റും, ന്യൂക്ലിയേസസ്. ഇപ്പം ഒരു എൻസൈമാണ്, അത് ആക്ട് ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് ഇവിടെ ആദ്യം എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ന്യൂക്ലിയസിന്റെ അകത്ത് ആക്ട് ചെയ്യും. ന്യൂക്ലിയസിനകത്ത് എന്തുണ്ടാവും, ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവും, DNA അല്ലെങ്കിൽ RNA രണ്ടിലേതെങ്കിലും ഉണ്ടാവും. ഏസസ് ഇൻ ദ സെൻസ് അത് അതിൻ്റെ അകത്തുള്ള സംഭവത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ പറയാൻ പറ്റും. ഇപ്പം ലിപ്പേസസ് ലിപ്പിഡിനെ ഇല്ലാണ്ടാക്കുന്നു, പ്രോട്ടിയേസസ് പ്രോട്ടീൻ ഇല്ലാണ്ടാക്കുന്നല്ല, ഡൈജസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഓരോരോ കമ്പോണൻസ് ആക്കി ഇളക്കി പീസാക്കി മാറ്റുന്നു. അതേ സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ ന്യൂക്ലിയേസസ് വന്നിട്ട് ന്യൂക്ലിക് ആസിഡിനെ പീസ് ആക്കും. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇവിടെ ന്യൂക്ലിയേസസ് നമുക്ക് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് 2 ടൈപ്പാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ആൾക്കാരാണ് എക്സോ ന്യൂക്ലിയേസസ്. അടുത്ത് വരുന്ന ആളാണ് എൻഡോ ന്യൂക്ലിയേസസ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്ന ആൾ എന്താണ്, എക്സോ ന്യൂക്ലിയസ്. എന്താണ് എക്സോ? നമ്മളെ പാത്രം കഴിയുന്ന ഡിഷ് വാഷർ, ആ എക്സോ അല്ല. എക്സോ മീൻസ് നമ്മൾ പുറത്തോട്ട്, നമ്മൾ
പണ്ട് കൊച്ചു ക്ലാസ്സിലൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സമയത്ത് എൻഡോ സ്കെലട്ടൺ, എക്സോ സ്കെലട്ടൺ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോക്രോച്ചിന്റെ മുകളിലൊക്കെ വരുന്ന എക്സോ സ്കെലട്ടൺ ആണെന്നും കൈറ്റിനേഷ്യസ് എക്സോ സ്കെലട്ടൺ ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് എക്സോ മീൻസ് പുറത്ത് ആൻഡ് എൻഡോ മീൻസ് അകത്ത്. അപ്പൊ ഇത് ഔട്ടാണ് ആൻഡ് എൻഡോ മീൻസ് ഇൻ. ന്യൂക്ലിയസ് ആ ടേം ഇവിടെ ഉണ്ട്. ഓക്കെ, നോർമലി ടേം. അപ്പൊ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഭവം, ന്യൂക്ലിക് ആസിഡ് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ DNA സ്ട്രാൻഡ് തന്നെ ഇങ്ങനെ കിട്ടി എന്ന് വെച്ചു. അസ്യൂം ദിസ് ആസ് എ DNA സ്ട്രാൻഡ്. ഇവിടെ നമുക്ക് ഞാൻ ആദ്യം എക്സോ ന്യൂക്ലിയസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പുറത്ത് എന്ന് പറയുന്ന ഒരു ഐഡിയ വേണം. ഇത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുറത്തിരുന്ന് അകത്തോട്ട് തണ്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോകും. പുറത്തിരുന്ന് അകത്തോട്ട് തണ്ട് ഇങ്ങനെ 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 കട്ട് ചെയ്തുകൊണ്ട് പോകും. നമുക്ക് പക്ഷെ ഇങ്ങനെ തോന്നുന്ന രീതി കട്ട് ചെയ്ത് പോയാൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ആണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കട്ട് ചെയ്യണം. അല്ലാതെ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ട് കട്ട് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പിന്നീട് കൊണ്ടുപോയിട്ട് ഇതിനെല്ലാം കൂടെ തുന്നി കയറ്റി എനിക്ക് ഒട്ടിച്ചേക്കാനൊന്നും പറ്റത്തില്ല. ഒട്ടിച്ചാൽ എന്ത് ചെയ്തില്ല, വർക്ക് ചെയ്യില്ല. ഒട്ടിച്ചേക്കാൻ പറ്റില്ല. ഒട്ടിച്ചെന്ന് പറയുന്നത് കാര്യമില്ല. അപ്പൊ ഇതാണ് എക്സോ ന്യൂക്ലിയസിന്റെ പണി. ഇനി നമ്മുടെ എൻഡോ ന്യൂക്ലിയസ്. എൻഡോ ന്യൂക്ലിയസ് ഞാൻ എടുത്താൽ അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു വേർഡ് ഉണ്ട് അല്ലേ, എൻഡോ. എൻഡോ മീൻസ് അകത്ത്. ഇതെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അകത്ത് പോയിട്ട് ഒരു സ്പോട്ടിനെ കട്ട് ചെയ്യും. ഇനി എൻഡോ ന്യൂക്ലിയസിന്റെ താഴെ 2 ടൈപ്പാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് വരുന്ന ഒരൊറ്റ പർട്ടിക്കുലർ ടൈപ്പാണ് നമുക്ക് വേണ്ടത്. ഇതിനകത്ത് എന്താണ് ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് അകത്ത് പോയിട്ട് നമുക്ക് ഉദ്ദേശമുള്ള സ്ഥലം പോയിട്ട് കട്ട് ചെയ്യും. ഇപ്പം അകത്ത് പോകുന്നു, കട്ട് ചെയ്യും. അതേ കണ്ടീഷൻ ഇതിന് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാൻ പോകുന്ന ആളീസ് എൻഡോ ന്യൂക്ലിയസ്. ഇതിന്റെ താഴെ വരുന്ന ആളാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ് എന്നും പറയാം, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റും. നമുക്കിപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ 2 ടൈപ്പ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. കാരണം എക്സോ ന്യൂക്ലിയസ് ആണ് ഇപ്പോൾ റെസ്ട്രിക്ഷൻ എന്നുള്ള പരിപാടി ഇവർ രണ്ടുപേരും ചെയ്യും. കാരണം എക്സോ ന്യൂക്ലിയസ് ആണെങ്കിലും കട്ട് ചെയ്ത് ഇല്ലാണ്ടാക്കും. നമുക്കിപ്പോൾ ഒരു സംഭവം അകത്ത് കയറണ്ടെന്ന് പറയുന്ന കാര്യത്തിനകത്ത് നമുക്ക് കട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് കട്ട് ചെയ്താലും ശരി, അകത്തിരുന്ന് കട്ട് ചെയ്താലും ശരി, നമ്മുടെ പ്രോസസ്സ് ഇവിടെ നടക്കാനുള്ള ഗുണം, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇടയ്ക്ക് കട്ട് ചെയ്യാനുള്ളത് എൻഡോ ന്യൂക്ലിയസിന് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. ഇതിനകത്ത് നമ്മൾ ഇനി എൻഡോ ന്യൂക്ലിയസ് ആണ് നമുക്ക് ഇനി കാണാനുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ബയോടെക്നോളജി എന്ന് പറയുന്ന സംഭവത്തിനകത്ത് യൂസ് ചെയ്യുന്ന എൻഡോ ന്യൂക്ലിയസ്. എൻഡോ ന്യൂക്ലിയസിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, 2 ആയിട്ട് തിരിക്കാൻ പറ്റും. എൻഡോ ന്യൂക്ലിയസിന് ഞാൻ എടുത്തു, അതിന് എനിക്ക് വീണ്ടും 2 ആയിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് വരുന്ന സംഭവമാണ് ടൈപ്പ് 1, അടുത്തതാണ് ടൈപ്പ് 2. ഓക്കെ, ഇതില് ടൈപ്പ് 1 എന്ന് പറയുന്ന സംഭവം അകത്ത് പോയിട്ട് കട്ട് ചെയ്യും. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട്. ഇവിടെ നമുക്ക് ജനറലി എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാൻഡ് എടുത്താൽ ആ സ്ട്രാൻഡിന്റെ ഇടയ്ക്ക് ഒരു പർട്ടിക്കുലർ DNA സീക്വൻസ് അത് കണ്ടുപിടിക്കും. ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ എൻഡോ ന്യൂക്ലിയസ് വരുന്നു, അകത്തോട്ട് നമ്മുടെ DNA സ്ട്രാൻഡിനകത്തോട്ട് വന്ന് എന്നിട്ട് കൊണ്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, സൂപ്പർവൈസ് ഇവിടെ നീ ഉണ്ടോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മറ്റേ സ്കൂളിൽ പോകുന്നു, രാവിലെ നിങ്ങൾ ഇപ്പം ഓക്കെ ബോയ്സിന്റെ കണ്ടീഷൻ എടുത്താൽ നിങ്ങൾ മുടിയൊന്നും വെട്ടിയില്ല, മറ്റേ തലയൊക്കെ വളർത്തി ഇപ്പോഴത്തെ കൊറിയൻ സ്റ്റൈലൊക്കെ പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോവുകയാണ്. നേരെ പോകുന്നു, അന്ന് അസംബ്ലി ഉള്ള ദിവസമാണ്, സ്കൂൾ അസംബ്ലി. നിങ്ങൾ മറ്റേ അറ്റൻഷൻ കണ്ടീഷനിൽ ഇരിക്കുന്നു, സ്കൂൾ അസംബ്ലി കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ സ്കൂളിലെ PT സാർ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഡിസിപ്ലിനറി ആക്ഷൻ ഡിസിപ്ലിൻസ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാർ ഉണ്ടാവും. പുള്ളിക്കാരൻ എന്ത് ചെയ്യും, വരും, എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം നോക്കി എടാ നീ എന്തിനാടാ മുടി വളർത്തി, അങ്ങനെ കണക്കിൽ എല്ലാവരും നോക്കും മുടി വളർത്തി. എല്ലാ സ്കൂളിലും നെയിൽസ് നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, നീബ ഈ കാണുന്ന മുടിയുള്ളവന്മാരി ഈ നെയിൽസ് വളർത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, പിടിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഗേൾസിൻ്റെ സൈഡാണെങ്കിൽ മറ്റേ ഓവർ ഫാഷനേറ്റഡ് ആയിട്ട് വരുന്നവരാണ് എന്തെങ്കിലും പിടിച്ചു നിർത്തും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ എൻഡോ ന്യൂക്ലിയസ് അകത്ത് പോകുന്നു, അകത്ത് പോയിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഒരു സെറ്റ് ഓഫ് DNA സ്ട്രാൻഡ്, എല്ലാ DNA സീക്വൻസ് ഉണ്ടാവും. കുറേ എൻഡോ ന്യൂക്ലിയസ് ഉണ്ട്. അതിനകത്ത് ഓരോ എൻഡോ ന്യൂക്ലിയസ് ഓരോ ആൾക്കാരെ പിടിക്കും. നമുക്ക് ഓരോ സെറ്റ് ഓഫ് ഒരു DNA സീക്വൻസ് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും. അതുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തപ്പി നോക്കും. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ഇതാണ് പരിപാടി. അങ്ങനെ വരുന്ന സീക്വൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോം സീക്വൻസ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടാവും, അതിനെ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ സൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജനറലി പറയാം. നമുക്ക് പാലിൻഡ്രോം പോട്ടെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് പറയുന്ന സംഭവം, റെക്കഗ്നിഷൻ എന്താണ്, കണ്ടുപിടിക്കുന്ന സംഭവം. ഓക്കെ, റെക്കഗ്നിഷൻ സംഭവത്തിന് സൈറ്റിനെ പോയിട്ട് ഇങ്ങനെ നോക്കും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്യും. ഇവിടെ നമുക്ക് പ്രശ്നമുണ്ട്. ഇവർ രണ്ടുപേരും റെക്കഗ്നിഷൻ സൈറ്റ് നോക്കും. ഓക്കെ, എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അകത്ത് കയറി എന്നിട്ട് ഒരു റെക്കഗ്നിഷൻ സൈറ്റ് തപ്പി കണ്ടുപിടിച്ച് വെക്കും. എന്നിട്ട് നമ്മുടെ ടൈപ്പ് 1 എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ റെക്കഗ്നിഷൻ സൈറ്റ് ഒക്കെ കണ്ടുപിടിക്കും. പക്ഷേ അതിൽ നിന്നും കുറച്ച് ദൂരം പോയിട്ട് അത് തോന്നുന്ന സ്ഥലത്ത് പോയി കട്ട് ചെയ്യും. പക്ഷെ അകത്തായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അത് എൻഡോ ന്യൂക്ലിയസിന്റെ താഴെ വരുന്നു. ഇവിടെ എന്താണ് ചെയ്യുന്നത്, റെക്കഗ്നിഷൻ സൈറ്റ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിൽ നിന്നും കുറച്ച് അകലെ, ഏതർ അതിന്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ തോന്നുന്ന സ്ഥലത്തിൽ അല്ലെങ്കിൽ കുറച്ച് പുറത്ത് അകലെ എന്ത് ചെയ്യും, പോയിട്ട് കട്ട് ചെയ്യും. അത് അതിന്റെ ഇഷ്ടമാണ്.
അതെവിടെ കട്ട് ചെയ്യുന്നുള്ളത് ഓരോരോ ടൈപ്പിന്റെ താഴെ വരുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് വരുന്ന വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ് Hint1. എന്താണ് Hint1? ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കും. റിക്കേഴ്സ് ആയിട്ടൊക്കെ അത് നല്ല സുഖമായിട്ട് കണ്ടുപിടിക്കും. എൻ്റെ ന്യൂക്ലിയസ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തിൽ പോയിട്ട് ഇത് കട്ട് ചെയ്യില്ല. ഇനി ടൈപ്പ് 2 എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതേ കണ്ടീഷൻ തന്നെ റിക്കഗ്നിഷൻ സൈറ്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ റിക്കഗ്നിഷൻ സൈറ്റിന്റെ അകത്ത് എവിടെയെങ്കിലും കട്ട് ചെയ്യും. അതിന് ഉദ്ദേശിച്ച് ഓരോരോ സ്ഥലത്തിൻ്റെ അകത്ത് ഇൻബിറ്റ്വീൻ നമ്മുടെ റിക്കഗ്നിഷൻ സൈറ്റിന്റെ തൊട്ടടുത്ത് നടുക്കോ അല്ലെങ്കിൽ 1-2 സീക്വൻസ് മാറിയിട്ടോ ഉദ്ദേശിച്ച ഒരു സ്ഥലത്ത് കട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട പോലെ നമുക്ക് ഉദ്ദേശിച്ച ഒരു സ്ഥലം നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ എല്ലായ്പ്പോഴും നമ്മുടെ ബയോടെക്നോളജിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾ ഈസ് നമ്മുടെ ടൈപ്പ് 2. ഒരു റെക്കഗ്നിഷൻ സൈറ്റ് കണ്ടുപിടിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് പോയിട്ട് അതിന് ഉദ്ദേശമുള്ള ഒരു സ്ഥലം, തോന്നുന്ന സ്ഥലം എന്ന് പറയാൻ പറ്റത്തില്ല, അതിന്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന റെക്കഗ്നിഷൻ സൈറ്റിന്റെ ഇടയ്ക്ക് പോയിട്ട് അത് കട്ട് ചെയ്തോളൂ. അല്ലാതെ കണ്ടുപിടിച്ച് വെച്ചിട്ട് കുറച്ച് ദൂരം ഇവിടെ കുറച്ച് ദൂരം അവിടെ അങ്ങനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, കട്ട് ചെയ്ത്. അതിന് ഉദ്ദേശമുള്ള ആ ഒരു സീക്വൻസിന്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് എപ്പോഴും കട്ട് ചെയ്യും. അതാണ് നമുക്ക് വേണ്ട നമ്മുടെ കത്തിരി. അതാണ് നമ്മുടെ ടൈപ്പ് 2. ഇതിന്റെ താഴെ വരുന്ന എക്സാമ്പിൾ ആണ് നമ്മുടെ Hint2, Echo R1. ഇതെല്ലാം ഇതിന്റെ താഴെ വരുന്ന സംഭവം. അപ്പൊ നോക്കിയോ, നമുക്ക് ജനറലി 2 നമുക്ക് നെയിമേ നോക്കുന്നതിനകത്ത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് 2 എന്ന് പറയുന്ന സംഭവം എന്തുവാ, നമുക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡ് ഓഫ് ബാക്ടീരിയൻ്റെ അകത്തിരുന്ന് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നെയിം ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നോക്കാം. ഇവിടെ നമുക്ക് 2 വരുന്നുണ്ട്, ഇവിടെ നമുക്ക് 1 വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും കൂടെ നമുക്ക് നോക്കിയിരിക്കേണ്ട സംഭവമാണ് Hint2 വാസ് ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഫൗണ്ട്. ഓക്കെ, ഫസ്റ്റ് കണ്ടുപിടിച്ചെടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം ആണ് എന്ത്, Hint2. അത് നമ്മുടെ നോർമലി എപ്പോഴും ക്വസ്റ്റിനകത്ത് കാണുന്ന ഒരു സംഭവം Hint2. അപ്പൊ 2 എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് എന്താണ് കണ്ടുപിടുത്തം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഓർഡർ. ഇപ്പൊ ആദ്യം കണ്ടുപിടിച്ച ആളുകൾ നമ്മൾ 1 2 പിന്നെ ഉള്ള 2 പിന്നെ 3 4 അങ്ങനെ പോകും. ഇവിടെ നോക്കിയോ, ഇവിടെ നമുക്ക് Hint1 ഉണ്ട്, Hint2 ഉണ്ട്. പക്ഷെ Hint2 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം കണ്ടുപിടിച്ചെന്ന് പറയുന്നു. പക്ഷെ അത് ഓർഡർ ഓഫ് കണ്ടുപിടുത്തമാണെന്നും പറയുന്നു. അപ്പൊ നമുക്ക് Hint1 അല്ലേ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് വരട്ടെ. അതെല്ലാം ആദ്യം വന്നിട്ടുള്ള Hint1 കഴിഞ്ഞിട്ടല്ലേ Hint2 വരത്തുള്ളൂ. പക്ഷെ ജനറലി നമ്മൾ പറയുന്നത് Hint2 ആ. വൈ? ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ടൈപ്പ് 1 നമ്മൾ അധികം കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈപ്പ് 2ന്റെ താഴെ കണ്ടുപിടിച്ച് ഇത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ച ഇതിനെ ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയും. അതും ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോക്കി വെച്ചോണം. അത്യാവശ്യം നമ്മുടെ നീറ്റ് എക്സാമിനും മറ്റേ ബോർഡ് എക്സാം CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ISC ഒക്കെ ആണെങ്കിൽ ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഏതാണ് ഫസ്റ്റ് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പം Hint2 ആണ് അതിന്റെ താഴെ വരുന്ന ആൻസർ. ഇനി ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് പറയാം. ഇനി നമുക്ക് ആദ്യം ഇതിന്റെ ഫംഗ്ഷൻ പഠിക്കണം, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് പഠിക്കണം. അതിനു മുമ്പ് ഇതെങ്ങനെയാ നെയിം ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഇപ്പൊ ഇതിനകത്തൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇവിടെ നമുക്ക് ഇത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച ആളാണ് Hint2. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം അറൗണ്ട് 900 ആൾക്കാർ നമ്മൾ കണ്ടുപിടിച്ചു. 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് നമുക്ക് ഇപ്പം അറിയാം. ഇത് എടുത്തിട്ടുള്ളത് അറൗണ്ട് 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും ഈ നമ്പറും ഒരു ഇമ്പോർട്ടൻ്റ് 900/230 എന്ന് ഓർത്തിരിക്കുക. മൊത്തം 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ നിന്ന് നമ്മൾ അറൗണ്ട് 900 അടുപ്പിച്ച ആൾക്കാരെ നമ്മൾ ഇപ്പോൾ നമുക്ക് നിലവിൽ നമുക്കറിയാം. ഇതിപ്പം കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് നോർമലി നമ്മുടെ NCERT ബുക്സും അതിൻ്റെ താഴെയൊക്കെ വരുന്നത് ഈ ഒരു നമ്പറാണ്. ഇപ്പോൾ അത് അതിനെക്കാളും ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ജനറലി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു നമ്പർ ഓർത്ത് ചെയ്യുക. 900 ആണ് 230 സ്ട്രെയിൻസ്. എന്താണ് സ്ട്രെയിൻ? എന്താണ് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറലി അയ്യോ ഭയങ്കര പണി, സ്ട്രെയിൻ, തലവേദന, ആ സ്ട്രെയിൻ അല്ല. അല്ലെങ്കിൽ വേറെ ഒരു സ്ട്രെയിൻ ഉണ്ട്, നമ്മൾ മറ്റേ അരിക്കുന്നു, നമ്മളൊരു ചായ എടുത്തു, അതെന്താണ്, അതും സ്ട്രെയിനാണ്. സ്ട്രെയിനിങ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം എന്നൊക്കെ പറയാം. ഫിൽട്ടറിങ് നമ്മൾ നോർമൽ, പക്ഷേ ഫിൽട്ടറിങ് സ്ട്രെയിൻ എന്നൊക്കെ അല്ല നമ്മൾ മറ്റേ അരിപ്പൈൻ ഒക്കെ പറയുന്നത്. അതല്ല, സ്ട്രെയിൻ മീൻസ് നമുക്കിപ്പോൾ ഒരു സ്പീഷീസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ബാക്ടീരിയ എടുത്തു, ഈക്കോളെ, നമ്മൾ ജെനറ്റിക്സിനകത്ത് എപ്പോഴും പഠിക്കാണ്ട് ഉപയോഗിക്കുന്ന സംഭവം ഈക്കോളെ എടുത്താൽ ആ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് ഈക്കോളയ്ക്ക്, ഇപ്പം ഈക്കോളെ ഒരു സ്പീഷീസ് അല്ലേ, പക്ഷേ കോള എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ഇതിൽ നമുക്ക് അതിൻ്റെ താഴെ ഒരു കുറേ സബ് ഗ്രൂപ്പ് ഉണ്ടാവും. അതായത് ഒരു ജനറൽ ഫോമിൽ പറഞ്ഞ് വരുന്ന സെയിമാണ്, പക്ഷേ ചെറിയൊരു ജെനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും. അങ്ങനെ ചെറിയ ജെനറ്റിക് വേരിയേഷൻസ് ഉള്ള ഒരേ സ്പീഷീസിലുള്ള ആൾക്കാരെ നമ്മൾ പറയുന്ന ടേമാണ് എന്ത്, സ്ട്രെയിൻസ്. ഇപ്പം
സിമ്പിൾ ആയിട്ട് നമ്മളൊക്കെ റിയൽ ലൈഫിനകത്ത് കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ 2-3 വർഷമൊക്കെ പിറകിൽ എന്തുണ്ടായിരുന്നു, കോവിഡ് ഉണ്ട്. പക്ഷേ ഇപ്പം അതിന് വ്യാപകമല്ലല്ലോ, ഭയങ്കരമായിരുന്നു. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ കൊറോണ എന്നൊക്കെ പറയുന്ന സംഭവം. കോവിഡ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വൈറസിന് എന്തൊക്കെയായിരുന്നു, നമ്മളിപ്പം മറ്റേ ഓമൈക്രോൺ, സാർസ് കോവ് 2, ആൽഫ, ബീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വേരിയന്റ് വന്നില്ലേ, ഇതൊക്കെ അതിന്റെ ഓരോരോ സ്ട്രെയിനുകളാണ്. ഓക്കെ, അതിൽ ചെറിയ ചെറിയ ജനറ്റിക് മ്യൂട്ടേഷൻസ്. പക്ഷെ ജനറലി ഇവരൊക്കെ എന്താണ് കോവിഡ്-19 അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കൊറോണ എന്ന് പറയുന്ന വൈറസ്. ഇത് നമുക്ക് ഒരു ജനറൽ ടേമിൽ കൊറോണ എന്ന് പറയുന്ന സംഭവം, പക്ഷെ അതിന്റെ എന്താണ്, അതിന്റെ പല ടൈപ്പ് സ്ട്രെയിനുകളാണ്, അതിന്റെ സബ് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാം. അതാണ് ജനറലി സ്ട്രെയിൻ. ചെറിയ ചെറിയ ജനറ്റിക് ഡിഫറൻസസ് അതിൻ്റെ അകത്തുണ്ടാവും, അതാണ് സ്ട്രെയിൻ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഈക്കോളെ എടുത്താൽ ഈക്കോളയ്ക്ക് ഒരു സ്ട്രെയിൻ ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവും, സ്ട്രെയിനുകളുണ്ടാവും. അങ്ങനെ ഓരോരോ സ്ട്രെയിനിൻ്റെ അകത്ത് ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻ എൻസൈംസ് എടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് ആലോചിച്ചോണം. റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ പ്രോകാരിയോട്സ് മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലാതെ യൂകാരിയോട്സ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ത് ചെയ്യത്തില്ല, പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഈ പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ ആരാ, കിങ്ഡം മൊണീറയുടെ താഴെ വരുന്ന ആൾക്കാർ. കിങ്ഡം മൊണീറയുടെ താഴെ ആരേ ഉള്ളൂ, നമ്മുടെ ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. ബാക്ടീരിയാസിന് മാത്രമേ ഈ പറഞ്ഞ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അതല്ലാതെ നമുക്ക് ഇപ്പം നമ്മളൊക്കെ യൂകാരിയോട്സിനൊന്നും ഇതിൻ്റെ എന്തില്ല, കഴിവില്ല. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷൻ എൻസൈമും ഏതൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്ട്രെയിൻ ആയിട്ടുള്ള എവിടെയൊക്കെയോ ഉള്ള പ്രോകാരിയോട്സിന്റെ താഴെ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വളരെ എപ്പോഴും കാണുന്ന കുറച്ച് ആൾക്കാരാണ്. ഒന്ന് ECHO-R1, HIND-2, HIND-1 നമുക്ക് യൂസ് ചെയ്യുന്നത്, HIND-2, പിന്നെ CLA1, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ നമുക്കുണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ ഇപ്പം നോർമലി NCERT ബുക്സിനകത്തൊക്കെ കൊടുത്തുള്ള നെയിമിങ്ങിനൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ECHO-R1. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും ജെനറ്റിക്സ് എന്ന് പറയുമ്പോഴേ നമ്മൾ +2 ലെവലിനകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാക്ടീരിയ എക്കോ, അല്ലെങ്കിൽ നമ്മുടെ എസ്ചെറിഷ്യ കോളൈ. അപ്പം അത് ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ ECHO-R1. അപ്പം നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് അടുത്ത് നോക്കാനുള്ള ഇതിന്റെ നെയിമിങ്ങിന് ഇപ്പം ഞാൻ ECHO-R1 എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, എടുത്തിട്ട് പറയുന്നു. അതൊക്കെ ഓരോരോ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേരാണ്. അപ്പം നമുക്ക് എങ്ങനെ നെയിമിങ് ചെയ്യാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഇപ്പം ഞാൻ എത്രയായാലും പറയാം ECHO-R1. ഓക്കെ, ഞാൻ ECHO-R1 തന്നെ എടുക്കുക. ECHO-R1. ഓക്കെ, ഇതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്, ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് കുറച്ച് പീസുകളായിട്ട് നമുക്ക് ആദ്യം തിരിക്കാം. ഇവിടെ ഒരു ഉണ്ട്, ഈ ഒറ്റ ടേമാണ്, R ഒരു ടേമാണ്, ഇതൊരു റോമൻ നമ്പറാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഫസ്റ്റ് ടേം എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം, ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് ആക്ച്വലി എടുത്തിട്ടുള്ളത് എസ്ചെറിഷ്യ കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, എസ്ചെറിഷ്യ കോളൈ. ഓക്കെ, സയന്റിഫിക് നെയിം ആയതുകൊണ്ടാണ് സെപ്പറേറ്റ് രണ്ടർ ചെയ്തത്. ഇതിനകത്ത് എന്താണ് ഈ ഒരു സംഭവം, എസ്ചെറിഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ അകത്തിരുന്നാണ് നമ്മൾ ആരെ കണ്ടുപിടിച്ചിട്ടുള്ളത്, ECHO-R1 എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഈ ഫസ്റ്റ് വരുന്ന ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ എഴുതുന്നത്. ഇത് എവിടെ നിന്ന് എടുക്കും, ഇത് കണ്ടുപിടിച്ചിട്ടുള്ള ബാക്ടീരിയയുടെ ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ആണ് അപ്പൊ എന്താണ് ജീനസ് നെയിം ആണത്. ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. കൂടെ എന്തും കൂടെ ആലോചിക്കണം, അത് ക്യാപിറ്റലാണ്. നമ്മൾ ക്യാപിറ്റലായിരിക്കും അത് എഴുതാനുള്ളത്. അടുത്ത നമ്മൾ ജനറലി മറ്റേ സയന്റിഫിക് നെയിം നമ്മൾ എഴുതുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള സംഭവമല്ലേ, നമുക്കിപ്പോൾ ജീനസ് നെയിം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, ക്യാപിറ്റൽ ആയിരിക്കണം. അടുത്ത നമ്മുടെ സ്പീഷീസ് നെയിം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, സ്മോൾ ആയിരിക്കും. നമ്മൾ ജനറലി നമ്മുടെ സയന്റിഫിക് നെയിം ഒക്കെ എഴുതാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. ഇനി അടുത്ത ടേം ഇപ്പം നോക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടെ വരുന്ന ആളാണ് CO അല്ലെങ്കിൽ ക്വ. ഈ ക്വ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്പീഷീസിലെ സ്പീഷീസ് എന്താ, കോളി അല്ലേ, കോഴിയല്ല കോളി. ഓക്കെ, ഈ കോളി എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ കോളൈ എന്ന് നമ്മൾ എന്ത് ചെയ്യും പറയും, ഈ കോളൈ എന്നാണ് പറയുന്നത്. കോളൈ എന്നും പറയാം, കോളി എന്നും പറയാം. ഏതായാലും കുഴപ്പമില്ല, സംഭവം ലാറ്റിനൈസ്ഡ് ആണ്. പറഞ്ഞ് കുളവാക്കില്ല ഉണ്ടാക്കാതിരുന്നാൽ മതി, അല്ലാത്ത പക്ഷം പ്രൊണൗൺസിയേഷൻ ഈസ് ഫൈൻ. ഇതിനകത്ത് നമുക്ക് കോളൈ എന്നുള്ള ടേമിൽ എടുത്താൽ ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് 2 ടേമാണ് CO, അത് കഴിഞ്ഞ് LA. ഈ 2 ടേമാണ്, ഈ 2 ആൽഫബറ്റ് ആണ് നമ്മൾ ഈ 2 ലെറ്റേഴ്സ് ആണ് നമ്മുടെ ECHO-R1 അടുത്ത ടേം. അപ്പം നമ്മളുടെ CO കംസ് ഫ്രം, സെക്കൻഡ് വേർഡ് കംസ് ഫ്രം സ്പീഷീസ് നെയിം. സ്പീഷീസ് നെയിമിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് നമുക്ക് ഇവിടെ വേണം. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രമേ എടുത്തോളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 2 ലെറ്റർ എടുക്കും. ഫസ്റ്റ് 2 ലെറ്റേഴ്സ് വേണം. അടുത്ത റൂൾ ആണ്, ഇത് സ്മോൾ ലെറ്റർ ആണ്, ദിസ് നോട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സേ എഴുതാവൂ. അപ്പം CO ആയി.
ഇനി അടുത്തത് ആർ. ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കി ഇനി ആറൊന്നുമില്ല, അപ്പൊ ഇവിടുത്തെ പരിപാടി തീർന്നു. ഇനി ആർ എന്ന് പറയുന്ന സംഭവം എസ്ചെർഷ്യർ കോളയ്ക്ക് പല സ്ട്രെയിൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് RY13 എന്ന് പറയുന്ന സ്ട്രെയിൻ, എസ്ചെർഷ്യർ കോളൈ RY13 എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ആളാണ് നമ്മുടെ എക്കോ R1. ഇതിനകത്ത് അപ്പൊ നമുക്ക് RY13 ഒരു ആറില്ലേ, ഈ ആറാണ് ഈ ആർ. അപ്പം ഇതെന്താണ്, തേർഡ് ലെറ്റർ കംസ് ഫ്രം സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെയിൻ അത് ആ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയയുടെ താഴെ വരുന്ന ഒരു സ്ട്രെയിൻ. അപ്പൊ ഇവിടെ നമുക്ക് RY13 ആയതുകൊണ്ട് വി ആർ ടേക്കിംഗ് ആർ. ഇനി അടുത്തത് 1. അത് നമുക്ക് ഇവിടെ ഒന്നുമില്ല. RY13 ഒരു 1 ഉണ്ട്, അത് ഇതല്ല, ഇത് റോമൻ നമ്പർ സംഭവം 1. ഈ 1 എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം എസ്ചെർഷ്യർ കോളൈ RY13 എന്ന് പറയുന്ന സ്ട്രെയിനിന്റെ താഴെ എന്ത് ചെയ്യുന്നുണ്ടാവും, പലതരം ആൾക്കാരുണ്ടാവും. ഇപ്പം പലതരം റെസ്ട്രിക്ഷൻസും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പം ആദ്യം കണ്ടുപിടിച്ച ആള്, സെക്കൻഡ് കണ്ടുപിടിച്ച ആള്, തേർഡ് കണ്ടുപിടിച്ച ആള്, ഫോർത്ത് കണ്ടുപിടിച്ച. ഇപ്പം ആദ്യം എടുത്തിട്ടുള്ള ആളാണ് എക്കോ R1. ഈ പർട്ടിക്കുലർ സ്ട്രെയിനിൽ നിന്നും നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ളതാണ് എക്കോ R1. ഇതിന്റെ അടുത്ത് കണ്ടുപിടിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും, എക്കോ R2. ഇതിന്റെ അടുത്ത് കണ്ടുപിടിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും, എക്കോ R3. ഇതിന്റെ അടുത്ത് കണ്ടുപിടിക്കുന്ന ആളെ എന്ത് വിളിക്കും, എക്കോ R4. ഇങ്ങനെ പോകും. അപ്പൊ ഇതെന്താണ്, ഇത് ഓർഡർ ഓഫ് ഫൈൻഡിങ് അല്ലെങ്കിൽ ഡിസ്കവറിങ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ സ്ട്രെയിൻ. ഓർഡർ ഓഫ് ഫൈൻഡിങ് എന്നോ അല്ലെങ്കിൽ എക്സ്ട്രാക്ടിങ് എന്നും പറയാം. ഓക്കെ, എക്സ്ട്രാക്ടിങ് വുഡ് ബി ബെറ്റർ ഐ തിങ്ക്, കാരണം നമ്മൾ അതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓർഡർ ഓഫ് എക്സ്ട്രാക്ടിങ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം ഫ്രം എ particular strain of bacteria. ഇത് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെയിനിന്റെ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയയുടെ പർട്ടിക്കുലർ സ്ട്രെയിനിന്റെ അകത്ത് ആദ്യം കണ്ടുപിടിച്ച. ഇനിയിപ്പോ എക്കോ ആർ അല്ലേ, ഇപ്പൊ RY13 അല്ല വേറെ ഏതെങ്കിലും സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ആൾക്ക് വീണ്ടും നമ്മൾ 1 എന്ന് പറയുന്ന നമ്പറേ കൊടുക്കത്തുള്ളൂ. ഇനി ഇതേപോലെ വേറൊരു ബാക്ടീരിയ, അതിൻ്റെ അകത്ത് പർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു സ്ട്രെയിൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ ആദ്യം. ഇതിപ്പം ഈ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയയുടെ ഈ ഒരു RY13 എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്ട്രെയിനിന്റെ അകത്തിരുന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആളാണ് എക്കോ R1 എന്ന് പറയുന്ന സംഭവം. ഇനി ഇതിൽ നിന്ന് അടുത്ത് കണ്ടുപിടിച്ചാൽ വിൽ കോൾ ദാറ്റ് ആസ് എക്കോ R2. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയിമിംഗ് സംഭവം. നെയിമിങ്ങിന്റെ പ്രൊസീജിയറും നമുക്ക് അത്യാവശ്യം നമ്മുടെ സ്റ്റേറ്റ് സിലബസിനകത്ത് CBSE-കാർക്കൊക്കെ ചോദിക്കുന്നത്, അതായത് ഫസ്റ്റ് എന്താണ്, സെക്കൻഡ് എന്താണ്, അതിനകത്ത് വരുന്ന സംഭവമാണ് ഇത്. ഇനി അതിനകത്ത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ NCERT ബുക്കിനകത്ത് കൊടുത്തുള്ള എക്സാമ്പിൾ ആണ് എക്കോ R1. അതുകൊണ്ടാണ് ഞാനിതെടുത്ത്. ഇതല്ല നമുക്ക് വേറെ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അടുത്ത നമുക്ക് ഇത്രയും നേരം കണ്ട അടുത്തൊരു സംഭവമാണ് ഹിൻഡ് 1 അല്ലെങ്കിൽ ഹിൻഡ് 2. ഓക്കെ, ഏതാണെങ്കിലും ഇത് നമുക്ക് എങ്ങനെ എടുത്തിട്ടുള്ളത് ഇത് ആക്ച്വലി എടുത്തിട്ടുള്ള ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇതിന്റെ ഇത് ഒറിജിനേറ്റ് എടുത്തിട്ടുള്ള സംഭവം. അപ്പൊ ഇത് H ഫ്രം ഹീമോഫിലസ്, IN ഫ്രം ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന സംഭവം. D എന്നുള്ളത് അതിന്റെ ഒരു സ്ട്രെയിൻ, ഏതോ ഒരു സ്ട്രെയിൻ ആണ് D. അതിന്റെ ഫുൾ എന്തെങ്കിലും ഉണ്ടാവും, അതിൽ നിന്ന് എടുത്തിട്ടുള്ള സംഭവമാണ് D. അടുത്തത് 1, ആ പർട്ടിക്കുലർ D എന്ന് പറയുന്ന D അല്ലെങ്കിൽ അതിന്റെ ഫുൾ എന്തെങ്കിലും ഉണ്ടാവും, അതിൽ നിന്നും എടുത്തിട്ടുള്ള ഫസ്റ്റ് അതാണ് ഹിൻഡ് 1. ഇതിന്റെ അടുത്ത് കണ്ടുപിടിച്ചാണ് ഹിൻഡ് 2. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഹിൻഡ് 2 ആണ്, പക്ഷെ കൺസിഡർഡ് ആസ് ഫസ്റ്റ് കണ്ടുപിടിച്ചുള്ള റെസ്ട്രിക്ഷൻ എൻസൈം. റീസൺ അതാണ് ഫംഗ്ഷൻ. ഹിൻഡ് 1 നമ്മൾ അധികം എന്ത് ചെയ്യുന്നില്ല, ബയോടെക്നോളജിക്കൽ പർപ്പസിനൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് ടൈപ്പ് 1 ആണ്. നമുക്ക് വേണ്ടത് ടൈപ്പ് 2 ആണ്. ഇത്രേ ഉള്ളൂ നമ്മുടെ നെയിമിങ് സംഭവം. ഇനി ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് ഇക്കോ R1 തന്നെ എടുക്കുക. നമ്മൾ ഏറ്റവും ഒറ്റൊരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. എക്കോ R1 എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഡസ് എക്കോ R1 ഡു? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, ഇത് നേരെ പോകുന്നു. ഏതൊരു എൻഡോന്യൂക്ലിയസ് ആണെങ്കിലും നേരെ അകത്ത് പോയിട്ട് ഒരു സംഭവം ഓഫ് ഒരു സീക്വൻസ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്യും, തപ്പി കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് പോയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് അതിന്റെ അകത്ത് അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ മാറിയിട്ട് കട്ട് ചെയ്യും. ഇതാണ് നോർമൽ കണ്ടീഷൻ. അപ്പൊ ഇവിടെ നമ്മുടെ എക്കോ R1 വരുന്നു. അതൊരു റെക്കഗ്നിഷൻ സൈറ്റ് കണ്ടുപിടിക്കുന്നത്. എന്താണ് റെക്കഗ്നിഷൻ സൈറ്റ്? റെക്കഗ്നിഷൻ സൈറ്റ് മീൻസ് അത് കണ്ടുപിടിക്കുന്ന ഒരു സ്പോട്ട്. അതെന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നത്. അതൊരു DNA സീക്വൻസ് ആണ് എന്നുള്ളതാണ്. DNA സീക്വൻസ് എന്നാണെന്ന് നോക്കാം. ഇതിനകത്ത് എന്ത് ചെയ്യും, അങ്ങനെ ഒരു സ്പോട്ട് കണ്ടുപിടിക്കും, എന്നിട്ട് കട്ട് ചെയ്യും. ഇതാണ് ജനറൽ ഐഡിയ. ഇവിടെ നമ്മളുടെ ഈ പറഞ്ഞ എക്കോ R1 കണ്ടുപിടിക്കുന്ന സ്പോട്ടാണ് GAATTC. എന്തുണ്ട് GAATTC? എന്തോ മറ്റേ കോഡ് ഭാഷ പോലെയൊക്കെ ഉണ്ട്. ഇത് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ ഒരു DNA സീക്വൻസ് ആണ്.
ഇത് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇതിന്റെ നൈട്രജനസ് ബേസ് പെയർ ആണ്. നമുക്ക് ജനറലി ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. നമുക്കിപ്പോൾ ഒരു DNA സ്ട്രാൻഡ് എടുത്താൽ അതിനകത്തുള്ള ഓരോ പീസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ഫോർ എക്സാമ്പിൾ, ഒരു മുത്തുമാലയാണെന്ന് ആലോചിച്ച് വെക്കുക. മുത്തുമാല നമ്മളിങ്ങനെ ഞാൻ നീട്ടി വെച്ചാൽ അതിന്റെ അടുക്ക് എന്തുണ്ടാവും? ഒരു ത്രെഡ് ഉണ്ടാവില്ലേ, അത് പിടിച്ച് വെച്ചിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ടാവും. അതിന്റെ മുകളിൽ എന്തുണ്ടാവും? കുറെ മുത്തുകൾ ഉണ്ടാവും അല്ലേ. ആ ഓരോ മുത്തുകൾ ചേർന്ന് ആ ഒരു വലിയൊരു മാല എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ പണിത് വെച്ചിട്ടുള്ളത്. ഈ ഒരു മുത്തുകളാണ് എന്ത് നമ്മുടെ ന്യൂക്ലിയോടൈഡുകളായിട്ട് നമ്മൾ പറയുന്നത്. ബേസിക്കലി ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷുഗർ ഉണ്ടാവും. ഷുഗർ ഇൻ ദ സെൻസ് നമ്മുടെ പഞ്ചസാര, ഓക്കെ അങ്ങനെ പറയാം. പക്ഷെ അതല്ല, ഇവിടെ നോക്കുന്നുണ്ട് ഒരു റൈബോസ് ഷുഗർ അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ്. ഇപ്പൊ നമ്മൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നില്ലേ, അതിനകത്ത് നമ്മൾ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന സംഭവമാണ് അതിന്റെ ഷുഗർ. ഇപ്പൊ റൈബോ ന്യൂക്ലിക് ആസിഡ്, ഇപ്പം RNA എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ അതിനകത്ത് റൈബോസ് എന്ന് പറയുന്നതാണ് ഷുഗർ. ഇതൊരു പെൻഡോ ഷുഗർ, ഒരു 5 കാർബൺ അടങ്ങുന്ന ഒരു പെൻഡോ ഷുഗർ ആണ് സംഭവം. പെൻഡോസ് മീൻസ് 5 കാർബൺ വരുന്ന ഷുഗർ. ഓക്കെ, ഇതെല്ലാം നമ്മൾ മറ്റേ ചായയിലിട്ട് കലക്കി കുടിക്കുന്ന പഞ്ചസാര അല്ല, ബട്ട് സ്റ്റിൽ അതിന്റെ താഴേക്ക് വരുന്നതിന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് സോ ദ നെയിം ഷുഗർ. ഒരു ഷുഗർ ഉണ്ടാവും, ഒരു ബേസ് പെയർ ഉണ്ടാവും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അതിൻ്റെ അകത്ത് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ബേസ് പെയർ ആണ് ഇവിടുത്തെ താരം. ഈ ബേസ് പെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ജീനൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നതും DNA എന്ന് പറയുന്ന സംഭവമൊക്കെ വരുന്നത്. അത് ബേസ്ഡ് ആയിട്ടാണ്. ഈ ബേസ് പെയർ നമുക്ക് ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്യൂറിൻസ്, അടുത്തത് പിരിമിഡിൻസ്. ഈ പ്യൂറിൻസിന്റെ താഴെ വരുന്ന ആൾക്കാരാണ് അഡനിൻ, ഗുവാനിൻ ഒക്കെ. പിരിമിഡിൻസിന്റെ താഴെ വരുന്ന ആൾക്കാരാണ് തൈമിൻ, സൈറ്റോസിൻ. പിന്നെ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ RNA ആണെങ്കിൽ തൈമിന് പകരം യുറാസിൽ വരും. ഇത്തരം ആൾക്കാരാണ് നമുക്ക് ബേസിക്കലുള്ളത്. ഇത് നമുക്ക് ബേസിക്കായിട്ട് ഒരു ഐഡിയ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കിപ്പം DNAക്കൊക്കെ നമുക്ക് 2 സ്ട്രാൻഡ് ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു മറ്റേ നിങ്ങൾ പണ്ട് മുതലേ കാണുന്ന ഒരു സംഭവം, ഇപ്പൊ DNA എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് എപ്പോഴും ഒരു പടിക്കെട്ടിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കയറി വരും. എന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയും ബേസ് പേഴ്സ് ഉണ്ടാവും, ഇവിടെ ബേസ് പെയർ ഉണ്ട്. ഇങ്ങനെ പടിക്കെട്ടുണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് അറൗണ്ട് ഒരു 10 പടിക്കെട്ടുണ്ടാവും. അടുത്തതാണ്ട് ഇങ്ങനെ 10 പടിക്കെട്ടുണ്ടാവും. നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെയല്ല, കുറച്ചൊരു ടിൽറ്റ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചാൽ ടിൽറ്റ് ഉണ്ടാവും. ഒരു റൈറ്റ് സൈഡിലോട്ട് ഒരു ടിൽറ്റ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ഇപ്പുറത്ത് കുറെ ബേസ് പേഴ്സ് ഉണ്ടാവും, ഇപ്പുറത്ത് നമുക്ക് എന്തുണ്ടാവും? കുറെ ബേസ് പേഴ്സ് ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അഡനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു. ആ അഡനിന്റെ A ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, ഗുവാനിന്റെ G ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, തൈമിന്റെ T, സൈറ്റോസിന്റെ C. അത് ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചു. ഷോർട്ട് ഫോം എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ജസ്റ്റ് അത് അറിയാൻ വേണ്ടി നമുക്കിപ്പോൾ എഴുതാം. ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഗുവാനിന് ഒരു ബോർഡ് കംപ്ലീറ്റ് എടുക്കും, അതിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. ജനറലി നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇത് എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒരു DNA സ്റ്റാൻഡ് എടുത്താൽ നമുക്ക് 2 എന്തുണ്ട്? നമുക്ക് ഒരു പടിക്കെട്ടാണെന്ന് ആലോചിക്കാം. നമുക്ക് 2 സൈഡിൽ കൈപ്പിടി ഉണ്ടെന്നുള്ള കണക്കിൽ ആലോചിച്ച് വയ്ക്കാം. ലാഡർ എന്നൊക്കെ ഇതിന് നമ്മൾ ജനറലി എന്ത് ചെയ്യുന്നത് പറയുന്നത്, ലാഡർ എന്ന് എടുത്താൽ നമുക്ക് 2 സൈഡിൽ ഉണ്ടാവില്ല പഠിക്കാൻ. ഇവിടെ നമുക്ക് ഓരോ പടി ചവിട്ടി പോകുന്ന പടി എന്ന് പറയുന്ന സംഭവം ഇതൊരു ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ജനറലി. ഇപ്പുറത്തും ഒരു നൈട്രജനസ് ബേസ് പെയർ ഉണ്ടാവും. ഇതിനകത്ത് നമുക്കിപ്പോൾ പ്യൂരിൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ജനറലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്യൂരിനകത്ത് 2 ഹെട്രോസൈക്ലിക് റിങ്സ് ഉണ്ടാവും. കെമിസ്ട്രി വൈസ് ഹെട്രോസൈക്ലിക് റിങ്സ് എന്ന് പറഞ്ഞാൽ കാർബൺ അല്ലാതെ വേറെ എന്തെങ്കിലും സംഭവം. ഇപ്പൊ നമുക്ക് ഇവിടെ ഇടയ്ക്ക് വരുന്ന നൈട്രജനാണ്, റിങ്ങിന്റെ ഇടയ്ക്ക് വന്നാൽ വിൽ കോൾ ദാറ്റ് ഹെട്രോസൈക്ലിക്. 2 ഹെട്രോസൈക്ലിക് റിങ് ചേർന്നിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ പ്യൂരിൻസിന് താഴെ വരുന്ന ഒരൊറ്റ ഹെട്രോസൈക്ലിക് റിങ് ചേർന്നിരിക്കുന്ന ആളാണ് നമുക്ക് ജനറലി പ്യൂരിൻസിനകത്ത് വരുന്ന നൈട്രജൻ ഉണ്ടാവും. സോ വി ആർ കോളിംഗ് ദാറ്റ് ആസ് നൈട്രജനസ് ബേസ് പെയർ എന്നുള്ള ടേമിൽ നമ്മൾ വിളിക്കുന്നു. ഇവിടെ ഇപ്പുറത്തെ നൈട്രജൻ ബേസ് പെയർ ഉണ്ട്, ഇപ്പുറത്തെ നൈട്രജനസ് ബേസ് പെയർ ഉണ്ടാവും. ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു ചെറിയ ബോണ്ട് ഉണ്ടാവും. ആൻഡ് ദാറ്റ് ബോണ്ട് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ആ ഹൈഡ്രജൻ ബോണ്ട് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഒരു പടിക്കെട്ട് എന്ന് പറയുന്ന ഒരു രൂപം പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അതേപോലെ നമുക്ക് ബേസിക്കായിട്ട് അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് പൊളാരിറ്റി. ഇപ്പൊ നമുക്കൊരു DNA സ്ട്രാൻഡ് എടുത്താൽ അതിന്റെ ഒരു സ്ട്രാൻഡ് വിൽ ബി ഫ്രം 5' to 3'. അടുത്ത സ്ട്രാൻഡ് വിൽ ബി ഫ്രം തിരിച്ച് 3' to 5'. നമുക്ക് 3' to 5' എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഇരിക്കും. ഇതിനാണ് നമ്മൾ ആന്റി പൊളാരിറ്റി എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒന്നുണ്ട്, ഒരു ആന്റി പൊളാരിറ്റി ഉണ്ടാവും. ഇപ്പുറത്തുള്ള ബേസ് പെയർ വിൽ ഗെറ്റ് ബോണ്ട് എടുത്ത് അപ്പുറത്തുള്ള ബേസ് പെയർ. പക്ഷെ പ്രൊവൈഡഡ് ഇപ്പുറത്തെ പ്യൂരിൻ ആണ് ഇപ്പുറത്തെ പിരമിഡിന് ആയിരിക്കണം എന്ന് പറഞ്ഞ് ഇത് നിരത്തി ഇവിടെ അത്രയും പ്യൂരിനും ഇവിടെ അത്രയും പിരമിഡിനും അങ്ങനെയല്ല. ഇപ്പുറത്തെ സൈഡ് പ്യൂരിൻ ആണ് ഇപ്പുറത്തെ സൈഡ് പിരമിഡ്. ഇനിയിപ്പോൾ ഇവിടെ പിരമിഡിനാണ് ഇരിക്കുന്നത്, ഇവിടെ പ്യൂരിൻ ആയിരിക്കണം. അതിൻ്റെ അകത്ത് താഴെ വരുന്ന ഞങ്ങൾ ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ അഡനിനാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന G അല്ല T വരും. അഡനിനാണെങ്കിൽ അതെന്ത് ചെയ്യും? ഇപ്പുറത്തുള്ള തൈമിനായിട്ട് ബോണ്ട്. നമുക്ക് ഇപ്പുറത്തെ തൈമിനെ വരാവൂ എന്നുള്ളതുകൊണ്ട് തൈമിനായിട്ട് ബോണ്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അഡനാണെങ്കിൽ ഇപ്പുറത്തെ തൈമിനായിട്ട് 2 ബോണ്ട് വെച്ച് ബോണ്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ഗുവാനിനാണെങ്കിൽ ഇപ്പുറത്ത് വിൽ ബി സൈറ്റോസിൻ. അവർ തമ്മിൽ എന്തുണ്ടാവും? 3 ബോണ്ടുകൾ ഉണ്ടാവും. ഇത് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആ ചാപ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ ഈസിലി നമുക്കറിയാം. പക്ഷേ നമുക്ക് ബേസിക് ഐഡിയ ഇരുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ബേസിക് ഐഡിയ ഇതാ.
അപ്പുറത്ത് ഇപ്പുറത്തുള്ള ബേസ് പെയർ വിൽ ബി 1 വിൽ ബി പ്യൂരിൻ ആൻഡ് 1 വിൽ ബി പിരമിഡ്. അവർ തമ്മിൽ എന്ത് ചെയ്യും, അതിനാണ് നമ്മൾ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് എന്തുണ്ടാവും, ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഹൈഡ്രജൻ ബോണ്ട് 2 ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടായിരിക്കും അരനും തൈമിനും വെച്ച് വരുന്നത്. ഗുവാനിൻ സൈറ്റോസിൻ ആണ് ഇവിടെ 3 ഹൈഡ്രജൻ ബോണ്ടുകൾ ഉണ്ടാവും. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടനിന് എപ്പോഴും തൈമിനായിട്ടേ വരത്തുള്ളൂ, അതേപോലെ നമ്മുടെ ഗുവാനിനാണെങ്കിൽ എപ്പോഴും സൈറ്റോസിനായിട്ടേ വരത്തുള്ളൂ. ഇപ്പൊ ഡബിൾ സ്റ്റാൻഡ് ആണെങ്കിൽ. ഇനി നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്, അതേപോലെ തന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ട്. പക്ഷെ അതെന്തായാലും അത് കറക്റ്റ്ലി വർക്കിംഗ് അല്ല, അത് ആക്ച്വലി റിവേഴ്സലാണ്. നമ്മുടെ ഒരു ജീൻ സൈലൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ സംഭവത്തിനകത്ത് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് പിന്നീട് പതിയെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സംഭവം ഇതാണ്, ഇതിന്റെ ഒരു ഐഡിയ. ഇനി ഇവിടെ നമുക്ക് കാണാനുള്ള, ഇവിടെ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട സംഭവം, ഇതിൻ്റെ അടുത്ത് ഞാനിപ്പോൾ 5' എൻഡ് ടു 3' ഉണ്ട്. അതാണ് ഇങ്ങനെ നോക്കുക. ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ 5' 3' ആ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം G ആണ്, ഇപ്പുറത്ത് C ആണ്. ഇനി അപ്പൊ ഇവിടെ ഇപ്പുറത്ത് എന്ത് വരും, ഇപ്പൊ ഇത് ഒരു സ്റ്റാൻഡായി. ഞാൻ പറഞ്ഞു ഇവിടെ 2 സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പൊ ഇപ്പുറത്ത് എന്ത് വരും, G ആണെങ്കിൽ നമുക്ക് ഇവിടെ ആര് വരും, C വരും. A ആണെങ്കിൽ ഇവിടെ എന്ത് വരും, T വരും. വീണ്ടും A ആണ്, T വരും. ഇവിടെ A വരും, അടുത്തത് A വരും, G വരും. ഇനി ഇവിടെ എന്താണ് ആന്റി പൊളാരിറ്റി റൂള്, ഇവിടെ ഇപ്പൊ 3' ആയതുകൊണ്ട് ഇവിടെ 5' ആയിരിക്കും. അപ്പൊ ഇവിടെ 3' ആയിരിക്കും. ഇങ്ങനെ ഒരു സ്ട്രാൻഡ് ആര് കണ്ടുപിടിക്കും, നമ്മുടെ എക്കോ ആറോൺ കണ്ടുപിടിക്കും. അതായത് ഇതിപ്പോ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഇപ്പുറത്തുണ്ട്, ഇതുപോലെ അപ്പുറത്തും ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇത് ഒരു വലിയൊരു DNA സ്റ്റാൻഡിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു പീസാണ്. ഈ ഒരു പീസിന് ആര് കണ്ടുപിടിക്കും, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അകത്ത് പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യും, തേരപ്പാരം നോക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അത് കണ്ടാൽ, ഇങ്ങനെ ഒരു സ്റ്റാൻഡ് അത് കണ്ടാൽ അത് കട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, തയ്യാറാവും. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരുന്നോളാം. നമുക്ക് ജനറലി ഇതൊരു സിസറാണ്. നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഭവം ഈ സിസർ, കത്തിരിക്ക എന്ന് പറയുന്നത്, കത്രിക്കയല്ല കത്തിരിക്ക. ഓക്കെ, ഇതെന്ത് ചെയ്യും, പോയിട്ട് കട്ട് ചെയ്യും. നമ്മൾ ജനറലി ഇവരൊക്കെ വിളിക്കുന്ന പേരാണ് മോളിക്കുലർ സിസേഴ്സ് എന്ന് വിളിക്കും. മോളിക്കുലർ സിസർ എന്നുള്ള പേരുണ്ട്, മോളിക്കുലർ നൈഫ് എന്നുള്ള പേരുണ്ട്, മോളിക്കുലർ ബ്ലേഡ് എന്ന് പറയും. കട്ട് ചെയ്യുന്ന എന്ത് ഉപകരണം എന്ന് പറയാം. അടുത്തൊരു സംഭവമാണ് അതേപോലെ ബയോളജിക്കൽ സിസർ എന്ന് പറയും, ബയോളജിക്കൽ നൈഫ് എന്ന് പറയും, ബയോളജിക്കൽ ബ്ലേഡ് എന്ന് പറയും. കട്ട് ചെയ്യുന്ന സംഭവം ബയോളജിക്കൽ മോളിക്കുലർ സംഭവം. മോളിക്കുലർ എന്ന് പറയാനുള്ള സംഭവം ഇതെല്ലാം കെമിക്കലാണ്, കെമിസ്ട്രി റിലേറ്റഡ് സാധനങ്ങളാണ്. അതുപോലെ മോളിക്കുലർ ലെവലിൽ വരുന്ന സംഭവങ്ങളൊക്കെയാണ്, അതുകൊണ്ട് മോളിക്കുലർ എന്നുള്ള പേര്. ബയോളജിക്കൽ എന്നുള്ള പേര് വരാനുള്ള സംഭവം ഇതെല്ലാം ബയോളജിക്കകത്ത് കാണും. ബയോളജിക്കൽ ലിവിങ് സിസ്റ്റത്തിനകത്ത് കാണുന്ന ആൾക്കാരാ, ഒരു സെല്ലെടുത്ത് ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്ന ആൾക്കാർ. അപ്പം അതുകൊണ്ട് ബയോളജിക്കൽ എന്നുള്ള നെയിം. അപ്പം ഇത് ബേസിക്കലി പോയിട്ട് കട്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ അറിയാനുള്ള സംഭവം. മോളിക്കുലർ ഇത് പേരുകൾ നോക്കി വെച്ചോളൂ, പേരുകൾ നമുക്ക് അത്യാവശ്യം മുൻപോടൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു കട്ട് ചെയ്യാനുള്ള സംഭവം കിട്ടും. കട്ട് ചെയ്യാനുള്ള സ്ഥലം ഇതെന്ത് വെച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ കട്ട് ചെയ്യും എന്നുള്ളതാണ് സംഭവം. ഞാൻ പറഞ്ഞു ഇതൊരു സംഭവം കണ്ടുപിടിച്ചിട്ട് അതിന്റെ അകത്ത് അല്ലെങ്കിൽ അതിന്റെ അടുത്ത് എവിടെയോ കട്ട് ചെയ്യും. നമ്മുടെ എക്കോ ആറോൺ ഈ കണ്ടുപിടിക്കുന്ന ഒരു സീക്വൻസ് ആണ് ഇത്. ഇനി ഇവിടെ ഈ സീക്വൻസിന് there is a മാജിക്. ഇവിടെ നോക്കിയോ, GAATTC. ഇനി ഇവിടെ എന്ത് വായിച്ചേ, GAATTC. രണ്ടും ഒന്നല്ലേ? ഇങ്ങനെ വരുന്ന ആൾക്കാർ നമ്മൾ പറയുന്ന പേരാണ് പാലിൻഡ്രോംസ് എന്ന് വിളിക്കും. പാലിൻഡ്രോം ഇതൊരു ഗ്രൂപ്പ് ഓഫ്, പാലിൻഡ്രോം ഇസ് ജനറലി ഒരു ഇംഗ്ലീഷിനകത്ത് പറയുന്നൊരു സംഭവം, ഒരു ഗ്രൂപ്പ് ഓഫ് ടേം. ഇപ്പൊ ഇതിനടുത്ത് നമുക്ക് പറയാനുള്ള സംഭവമാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ, മലയാളം നമ്മളെങ്ങനെ എഴുതാൻ, MALAYALAM. ഇനി തിരിച്ചു വായിച്ച MALAYALAM, രണ്ടും ഒന്നല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാലിൻഡ്രോംസ് എന്ന് പറയുന്നത്. മുന്നോട്ട് പോയതുപോലെ തന്നെ പിന്നോട്ടും വായിച്ചാൽ നമ്മൾ എന്ത് പറയും, പാലിൻഡ്രോംസ് എന്ന് പറയും. ഇങ്ങനത്തെ DNA സീക്വൻസുകളെ നമ്മൾ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയും. അപ്പൊ ജനറലി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഒരു സംഭവമാണ് റെസ്ട്രിക്ഷൻ എൻസൈം ഒരു പർട്ടിക്കുലർ റെക്കഗ്നീഷൻ സൈറ്റ്സിനെ എന്ത് ചെയ്യും, കണ്ടുപിടിക്കും. ആൻഡ് ദോസ് റെക്കഗ്നീഷൻ സൈറ്റ്സ് വിൽ ബി എ പാലിൻഡ്രോമിക് സീക്വൻസ്. ഇനി ഇവിടെ ഒരു കുഴപ്പമാണ്. ഇപ്പൊ നോക്കിയോ, ഞാൻ ഇങ്ങനെ പോയതുപോലെ എനിക്ക് ഇങ്ങനെ വായിക്കാമെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇവിടെ നോക്കിയേ GAATTC. ഇനി ഇതിന് തിരിച്ച് വായിച്ചേ CTTAG ആയോ? ഇല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ്ട് ഇവിടെ നോക്കിക്കേ, ഇത് അടുത്ത സ്റ്റാൻഡ്, ഇത് ആക്ച്വലി ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ നമുക്ക് Gയും Cയും തമ്മിൽ എന്തുണ്ടാവും, 3 ബോണ്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് 2 ബോണ്ട് ഉണ്ട്, ഇവിടെ 2 ബോണ്ട് ഉണ്ടാവും, ഇവിടെ 2 ബോണ്ട് ഉണ്ടാവും, ഇവിടെ 2 ബോണ്ട് ഉണ്ടാവും, ഇവിടെ 3 ബോണ്ട് ഉണ്ടാവും. ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവിടെ നമുക്ക് കണ്ട് ഇവിടെ നിന്ന് വായിച്ചേ, ഇവിടെ ഇപ്പൊ എന്തായി, GAATTC ആയല്ലേ? അടുത്ത സ്ട്രാൻഡിൽ പോയിട്ട് നമുക്ക് വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു സംഭവം, ഇവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാം, നോർമൽ വേർഡ്സിനെ നമുക്ക് ഇങ്ങനെ വായിക്കാം. പക്ഷെ DNA സീക്വൻസ് ആണെങ്കിൽ നമുക്ക് തിരിച്ച് വായിക്കാം. പാലിൻഡ്രോമിക് സീക്വൻസ് എന്നുള്ള സംഭവം നമുക്ക് എന്താണ് പറയുന്നത്, മുന്നോട്ടും വായിക്കാം തിരിച്ചും വായിക്കാം, പ്രൊവൈഡഡ് നമ്മൾ വായിക്കുന്ന ഓറിയന്റേഷൻ ഷുഡ് ബി സെയിം.
ഓറിയന്റേഷൻ ഷുഡ് ബി സെയിം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് വായിച്ചത് എന്താണ് 5' to 3' ഞാൻ വായിച്ചത്. ഞാൻ തിരിച്ചും അതേപോലെ 5' to 3' വായിച്ചാൽ എനിക്കത് കാണാം. ഇതിപ്പോ കറക്റ്റ് അല്ലേ? 5' to 3' അല്ലേ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇനി തിരിച്ച് ഞാനിപ്പോ എടുക്കുക, ഇപ്പൊ 5' to 3' അല്ല, ഞാൻ 3' to 5' വായിക്കും. ഇവിടുന്ന് 3' to 5' വായിക്കുക. 3' to 5' CTTAG. ഇനി ഞാൻ വീണ്ടും ഇതേപോലെ മുകളിൽ പോയിട്ട് 3' to 5' വായിച്ചാൽ എനിക്ക് കിട്ടും. 3' to 5' വായിച്ചേ CTTAG കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊരു GAATC എന്നോ CTTAG എന്നോ ഓർത്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് അറിയേണ്ട അടുത്തൊരു പോയിന്റ് ആണ് ഈ പൊളാരിറ്റി നമ്പർ മാറിപ്പോയത്. 5' വരേണ്ട സ്ഥലത്ത് G തന്നെ വരണം. ഇവിടെ അതേപോലെ 5' വരേണ്ട സ്ഥലത്ത് G തന്നെ വരണം. 3' വരേണ്ട സമയത്ത് C തന്നെ വരണം. ഇത് പക്ഷേ നമ്മളിപ്പോൾ DNA സീക്വൻസ് എടുത്തിട്ട് എല്ലാ സ്ഥലത്തിലും പോയ പാലൻഡ്രോംസ് കാണത്തില്ല. ഈ പർട്ടിക്കുലർ റെക്കഗ്നൈസ് സൈറ്റിനകത്ത് ഇവിടെ പാലൻഡ്രോംസ് ഉള്ളൂ. ഇതെന്താണ്? ഇത് ബേസിക്കലി നമുക്ക് ഇവിടെ എത്ര പേരുണ്ട്? ഒരു 6 ബേസ് പെയർസ് ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ ഹിൻഡ് 2 പറഞ്ഞില്ലേ? ഹിൻഡ് 2ഉം ഒരു 6 ബേസ് പെയർ സീക്വൻസ് വരുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. അതും നമുക്ക് നോർമലി എക്സാംസിനകത്ത് ചോദിക്കുന്നത്. ഇവിടെ നോക്കി എക്കോ 6 കൊണ്ട് നമ്മുടെ 6 ബേസ് പെയർ വരുന്ന സ്ഥലത്താണ് കണ്ടുപിടിക്കുന്നത്. അതാണ് അതിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് GAATCയിൽ നമുക്ക് കാണേണ്ടതാണ് ജിയുടെ സൈഡിലായിരിക്കും എപ്പോഴും എന്ത് വരുന്നത്? 5' വരുന്നത്. സിയുടെ സൈഡിലായിരിക്കും എന്ത് വരുന്നത്? 3' വരുന്നത്. കണ്ടോ? ഇത് നമുക്ക് നമ്മുടെ നീറ്റിനൊക്കെ വരുന്ന സാധനമാണ്. അതായത് ഇപ്പം എക്കോ 6 കണ്ടുപിടിക്കുന്ന റെസ്ട്രിക്ഷൻ സൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ പാരൻട്രോം സീക്വൻസ് ചെയ്തെന്ന് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതേ സംഭവം GAATC ഉണ്ടാവും. ഇതിന് 2 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് 3' to 5' കൊടുത്തിട്ടുണ്ടാവും. ഈ സംഭവം തിരിച്ചിട്ടിട്ടുണ്ടാവും. ഒന്ന് ഇതുണ്ടാവും. നമുക്ക് മറ്റേ ഈ നീറ്റൊക്കെ എഴുതുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. നീറ്റിന്റെ ഈ പറഞ്ഞ ഓപ്ഷൻസ് വിൽ ബി ലൈക്ക് ഒരു സിബ്ലിങ്സ് പോലെ ഇരിക്കും. ട്വിൻസ് സിബ്ലിങ്സ് കണ്ടതുപോലെ ഇരിക്കും. നമുക്ക് അതിനകത്ത് 1, 2 കുഞ്ഞ് ലുട്ടാപ്പി ചേഞ്ചസ് ആയിരിക്കും അതിന്റെ ആൻസർ പോകുന്നത്. ഇവിടെ അത് തന്നെ ഈ 5' to 3' തിരിച്ചിട്ടാ തീർന്നു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാനുള്ള ജിന്റെ അടുത്ത് വരേണ്ട ആളാണ് 5, സിയുടെ അടുത്ത് വരേണ്ട ആളാണ് 3. ഇത് നമുക്ക് എങ്ങനെ ഓർത്തേക്കാം? 2 രീതി നമുക്ക് ഓർത്തേക്കാം. ABC 3ാമത്തെ ലെറ്റർ അല്ലേ C, അപ്പൊ 3 അങ്ങനെ നോക്കാം. ഇനി G വെച്ചാണ് ഓർത്തേക്കണമെന്നുണ്ടെങ്കിൽ സിനെക്കാളും വലിയ ലെറ്റർ അല്ലേ G, അപ്പൊ വലിയ നമ്പർ 4, വലിയ ലെറ്റർ ഇൻ ദ സെൻസ് സൈസ് കൂടിയ ലെറ്റർ എന്നല്ലേ ABCDEFG. C കഴിഞ്ഞിട്ടല്ലേ G വരുന്നത്. അപ്പൊ നമ്പർ ന്യൂമറിക്കൽ നമ്മൾ നോക്കുമ്പോൾ എന്തുവാ ജിക്ക് കുറച്ചുകൂടെ വലിയ വാല്യൂ. അപ്പൊ നമുക്ക് 5 അവിടെ കൊടുക്കാം. സ്മോളർ നമ്പർ 4C അങ്ങനെ ആലോചിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ചെയ്യാം. എങ്ങനെയാണെങ്കിലും 2 കണക്ക് നോക്കാമല്ലോ. ABC വിൽ ബി ഈസി ഐ തിങ്ക്. കാരണം 3' നമുക്ക് ഓർക്കാം ABC 3ാമത്തെ ലെറ്റർ ആണ്. ഒന്നും കൺഫ്യൂഷൻ എടുത്തില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെ അതും കൂടെ നോക്കി. ഇനി ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിച്ചാലും ഇനി ഇത് കട്ട് ചെയ്യണം എന്നാണല്ലോ സംഭവം. പോയിട്ട് ഇത് എങ്ങനെ കട്ട് ചെയ്യും? ഇപ്പൊ നമുക്ക് ഇവിടെ സാധനം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഇത് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ജിയുടെയും എൻ്റെയും ഇടയ്ക്ക് പോയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ ഇവിടെയും ജിന്റെയും എന്റെ ഇടയ്ക്ക് പോയിട്ട് കട്ട് ചെയ്യും. ബാക്കി ഒന്നും അത് ചെയ്യൂല. ബാക്കി ഒന്നും അതിന് ചെയ്യണ്ട. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ ഇത് ആക്ച്വലി എവിടെ കട്ട് ചെയ്യുന്നു? നമുക്ക് ജനറലി ഇങ്ങനെ ഒരു സ്റ്റാൻഡ്, ഇപ്പൊ ഈ ഒരു സ്റ്റാൻഡ്, ഈ ഒരു പടിക്കെട്ടിന്റെ കൈപ്പിടി എന്ന് പറയുന്നത് എന്തുവാ? ഷുഗർ ഫോസ്ഫേറ്റാ. ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ഷുഗർ ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഉണ്ടാവും, ബേസ് പെയർ ഉണ്ടാവും. ഈ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഷുഗറും ഫോസ്ഫേറ്റ് മാത്രം. ഈ ഇടയ്ക്ക് ഇരിക്കുന്ന അകത്തോട്ട് നോക്കിയിരിക്കും. ഇപ്പൊ ഞാൻ പുറത്തെ എഴുതിയ അകത്തോട്ട് ഇങ്ങനെ വരും. അകത്തോട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ബേസ് പെയർ ഒക്കെ. ഓക്കെ, അപ്പൊ നോക്കിയുടെ പുറത്ത് കാണുന്ന ആളാണ് ഷുഗർ ഫോസ്ഫേറ്റ്. ഇത് ആക്ച്വലി ഇതിനാണ് നമ്മൾ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇതിന്റെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിനെ പോയിട്ടാണ് കട്ട് ചെയ്യുന്നത് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത്. അപ്പൊ എക്കോറോണാണെങ്കിൽ ഏതാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുന്നത് ജിന്റെ എന്റെ ഇടയ്ക്ക് ദാണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ ജി ഇരിക്കുന്നു, ഇവിടെ എ ഇരിക്കുന്നു. ജി സേ ആണ് ഇവിടെ പോയിട്ട് ദാണ്ട് ഇതിനെ കട്ട് ചെയ്തത്. ഇതിനെ കട്ട് ചെയ്താൽ എന്ത് ചെയ്തില്ല? നിൽക്കത്തില്ല, അത് ഇറങ്ങി അങ്ങ് പോകും. ഇത് ഇളവി അങ്ങ് പോകും. ബാക്കി പക്ഷേ ഇവർ ബോണ്ടല്ലേ, ഇവരെ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യില്ല, പോകുന്നില്ല. പക്ഷേ ഇവിടെ എന്ത് പറ്റുന്നത്? സ്റ്റെബിലിറ്റി പോയിട്ട് ഈ ബോണ്ടുകൾ അത്രയും ബ്രേക്ക് ചെയ്യും. ഇതെന്ത് ചെയ്യും? ആ ബോണ്ടുകൾ അത്രയും ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ടുകൾ അത്രയും ബ്രേക്ക് ചെയ്തിട്ട് ദാണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു ഷേപ്പും അടുത്തതാണ്ട് ഇത് ഇങ്ങനെ വരുന്ന ഒരു ഷേപ്പ്. അങ്ങനെ നമുക്ക് 2 ആളെ കിട്ടും. എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു DNA സ്റ്റാൻഡിനകത്താണെങ്കിൽ ഹൗ ദിസ് ഹാപ്പൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ എന്താണ്ട് ഇങ്ങനെ ഒരു നീല DNA സ്റ്റാൻഡ് ഞാൻ എന്താണ്ട് ഇവിടെ എടുത്തു. കുറച്ചുകൂടെ ചെറുതാക്കാം. ഞാൻ എന്താണ്ട് ഇവിടെ ഒരു കുഞ്ഞ് നീല DNA സ്റ്റാൻഡ് എടുക്കുകയാണ്. ഇനി ഞാൻ എന്താണ്ട് ഇവിടെ ബാക്കിയുള്ള ഞാൻ എഴുതുക GAATC. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നമുക്ക് എന്തുണ്ടാവും? CTTAG
AA G ഉണ്ടാവും അല്ലേ. ഇനി ഇപ്പുറത്ത് ഇതിൻ്റെ കണക്ഷൻ ഉണ്ടാവും. ഇതിങ്ങനെ പോകുന്നു. രണ്ട് കളറിലൊന്നും അല്ല, ഞാൻ ചുമ്മാ കളർ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ഇതിപ്പോൾ ഇത് 5' ആണ്, G ആണ്. അപ്പോൾ ഇത് ഇപ്പുറത്ത് 5' will be ഇത് 3. നോക്ക്, ഇവിടെ നിന്നല്ല ഈ സ്പാൻഡ് ഇങ്ങോട്ട് വരും. ഓക്കെ, ഇവിടെ നമുക്ക് അതേപോലെ 3' ആയിരിക്കും, ഇവിടെ നമുക്ക് 5' ആയിരിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഒഴിക്കുക. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൽ നമുക്ക് എൻസൈമാണ്, ലിക്വിഡ് ഫേസിലൊക്കെ ആയിരിക്കും. സിസറാണെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് മറ്റേ കട്ട് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. ടെസ്റ്റ് ട്യൂബിനകത്തോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമലി കെമിക്കൽ അപ്പാരറ്റസിനകത്ത്, കെമിസ്ട്രി ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിനകത്തൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി അത് പോയി കട്ട് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ പോയിട്ട് ഒന്നും ചെയ്യേണ്ട. ഞാനിപ്പം ഒരു DNA സ്ട്രാൻഡുള്ള സംഭവത്തിന് എടുത്ത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ നമ്മുടെ എക്കോ R1 വഴിച്ചാൽ ഞാനിപ്പോൾ എടുത്ത് ഒഴിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് എന്ത് ഒഴിച്ചു, നമ്മുടെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ എക്കോ R1 ഞാൻ ഒഴിച്ചു. ഇത് നേരെ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ദാണ്ട് ഇവിടെ ഒരു കട്ട് ഉണ്ടാക്കും, ഇവിടെ ഒരു കട്ട് ഉണ്ടാക്കും. ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് ദാണ്ട ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ Gയുടെ എവിടെയും കട്ട് ചെയ്തു, ഇവിടെ നോക്കി ഇതിൻ്റെ ഇടയ്ക്കും കട്ട് ചെയ്തു, ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കിയൊന്നും കട്ട് ചെയ്തില്ല. ഇവിടെ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോണ്ട് G∼C അത് അതേപോലെ തന്നെ ഇരിക്കും. ഓക്കെ, ഈ ഒരു ബോണ്ടിനൊന്നും പറ്റൂല, അത് അതേപോലെ ഇതിൻ്റെ കൂടെ ഇരിക്കും. ഓക്കെ, പക്ഷെ ഇത് അത്രയും പൊട്ടും. ഓക്കെ, ഇത് അത്രയും എന്ത് ചെയ്യും, പൊട്ടിപ്പോവും. ഓക്കെ, ഇത് അത്രയും സോറി, ഇവിടെ ഇതും അതേപോലെ എന്ത് ചെയ്യത്തില്ല, ഒന്നും ചെയ്യാതെ അങ്ങനെ എന്ത് ചെയ്യും, ഇരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ കണ്ടീഷൻ. ഇതത്രയും പൊട്ടി ഇങ്ങോട്ടും ഇതത്രയും പൊട്ടി അങ്ങോട്ടും പോകും. ഓക്കെ, ഇനി ഇതിനകത്ത് എന്ത് പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയാൽ ഞാൻ എൻ്റെ വീണ്ടും അതേസമയം ഞാൻ ചെറുതായിട്ട് വരയ്ക്കുക. എനിക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ G∼C ഒന്നും പറ്റൂല. ഇവിടെ നോക്കി, ഇവിടെ ബാക്കി കുറച്ച് സംഭവം വരെ T കിട്ടും. എന്നിട്ട് ഇവിടെ ബോണ്ട് കണ്ട് ഇങ്ങനെ തൊങ്ങി നിൽക്കും, പറന്ന് നിൽക്കും, ഒന്നും ആവൂല, ബോണ്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. ഇവിടെ എനിക്ക് ബാക്കി എന്ത് കിട്ടും, ബാക്കി നമ്മുടെ ഈ ഇളകി പോയ ആൾ വരും. ഇവിടെ എന്ത് കാണും, ഇവിടെ ഇപ്പം ഞാൻ C ഉണ്ടാവും, ഇവിടെ G ഉണ്ടാവും, ആ ട്രിപ്പിൾ ബോണ്ടൊക്കെ ഉണ്ടാവും. ബാക്കി ഇവിടെ എന്തുണ്ടാവും, AA ഉണ്ടാവും. ഇവിടെ അതേപോലെ പറന്ന് നിൽക്കും, ബോണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാകത്തില്ല, കംപ്ലീറ്റ് ആയിട്ടുണ്ടാകത്തില്ല. ഇങ്ങനെ നമുക്ക് 2 പീസ് കിട്ടും. ഇവിടെ നോക്കി ദാണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇവിടെ ദാണ്ട് ഇവിടെയും AA ഉണ്ട്. തിരിച്ചിവിടെ കൊണ്ടുവച്ചാൽ ഉടനെ ഒട്ടും. പക്ഷേ ഇതെന്ത് ചെയ്യും, നോക്കി ഇങ്ങനെ പീസ് ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഇവരെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിക്കി എൻഡ്സ്. ഇവിടെ നമുക്ക് 2 സ്റ്റിക്കി എൻഡുകൾ കിട്ടും. നമുക്ക് ഒരു സംഭവം, ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് യൂസ് ചെയ്ത് ഞാനിപ്പോൾ കട്ട് ചെയ്താൽ എനിക്ക് അവിടെ ജനറലി സ്റ്റിക്കി എൻഡ്സും കിട്ടാം, നോൺ സ്റ്റിക്കി എൻഡ്സും കിട്ടാം. നോൺ സ്റ്റിക്കി എൻഡ്സ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അല്ല, നോൺ സ്റ്റിക്കി എൻഡ്സ് നമുക്ക് ജനറലി നമ്മൾ പറയാറില്ല. നോൺ സ്റ്റിക്കി എൻഡ്സ് ഇപ്പം നമുക്ക് ഓരോരോ ടൈപ്പ്, ജനറലി ഇപ്പം ഓരോരോ എൻസൈംസ് പോയിട്ട് ചില എൻസൈംസ് നോൺ സ്റ്റിക്കി എൻഡ്സ് ക്രിയേറ്റ് ചെയ്യും, ചില എൻസൈംസ് പോയിട്ട് സ്റ്റിക്കി എൻഡ്സ് ക്രിയേറ്റ് ചെയ്യും. +2 ലെവലിനകത്ത് നമുക്ക് നോർമലി പഠിക്കാനുള്ള സംഭവം സ്റ്റിക്കി എൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന എക്കോ R1. നമുക്ക് ജനറലി നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്കോ R1 മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഭവം സ്റ്റിക്കി എൻഡ് എന്ന് പറയുമ്പോൾ സ്റ്റിക്കി ഒട്ടുന്നു, എന്തോ സംഭവം എന്തോ ഒട്ടുന്നു എന്നുള്ള സംഭവം. ഇവിടെ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കണ്ട് ഇങ്ങനെ 2 പീസായിട്ട് ഇളകി ഇരിക്കുക. ഇവിടെയൊക്കെ എന്തുണ്ടാവും, അത് ഹൈഡ്രജൻ ബോണ്ട് വെച്ച് അത് അടുത്തത് ഒട്ടാൻ വേണ്ടി ഇങ്ങനെ താല്പര്യത്തോടെ നിൽക്കും, പക്ഷെ ഒട്ടുന്നില്ല. നമ്മൾ വെട്ടി വെച്ചിരിക്കുക. നമ്മൾ അടുത്തൊരാളെ പോയിട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ അടുത്തിങ്ങനെ വെമ്പി നിൽക്കുക, ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുക. എപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ കൂടെയുള്ള ആൾ വന്നാൽ ഒട്ടാം എന്നുള്ളതാണെങ്കിൽ നിൽക്കുക. ഇതിനിടയ്ക്ക് ഞാൻ ഇതിനെ കൊണ്ടുപോയിട്ട് ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്യാം. എനിക്ക് ഇത് പക്ഷേ ഇങ്ങനെയല്ല, ഇതിനല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കിതിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വേണം ആഡ് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയ്ക്ക് കട്ട് ചെയ്തു, നമുക്കിത് ആഡ് ചെയ്യണം. ഇവിടെ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കിട്ടുന്ന ഈ സ്റ്റിക്കി എൻഡിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആളുടെ കൂടെ അത് ഒട്ടും. നമുക്ക് ജനറലി ഇപ്പം ഗുവാനിനാണെങ്കിൽ സൈറ്റോസിൻ, അഡനിനാണെങ്കിൽ ഇങ്ങനെ. അപ്പം നമുക്കിവിടെ അഡനിൻ തൈമിൻ്റെ കൂടെ ഒട്ടും, അഡനിൻ തൈമിൻ്റെ കൂടെ ഇവിടെയൊക്കെ തൈമിൻ ഉണ്ട് കേട്ടോ നമുക്ക്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരാളെയും കൂടെ കയറ്റണം എന്നുള്ളതാണ് നമുക്ക് ഉദ്ദേശം. അപ്പം നമുക്കിവിടെ അഡനിൻ്റെ സ്ഥലത്ത് തൈമിൻ വരുന്നത് പോലെയും തൈമിൻ്റെ സ്ഥലത്ത് അഡനിൻ വരുന്നത് പോലെയും ഒരാളെയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവച്ചാൽ അവർ തമ്മിൽ സിങ്കായി ഒരു സ്റ്റാൻഡ് ആവും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പച്ച, അതാണല്ലോ നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം, ഇതിൻ്റെ ഇടയ്ക്ക് പച്ച കയറണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെയും കൊണ്ടുപോയിട്ട് ഞാൻ റെസ്ട്രിക്ഷൻ എൻസൈം ഈ എക്കോ R1, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എക്കോ R1 ഇടും. എനിക്കിനി പച്ച ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പച്ച എടുത്തു. ഈ പച്ച എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെയും കൊണ്ടുപോയിട്ട് അതേ റെസ്ട്രിക്ഷൻ എൻസൈം എടുക്കും. ഇവിടെ അതാണ് ട്വിസ്റ്റ്. നമ്മളിപ്പോൾ 2 സംഭവത്തിന് നമ്മൾ കട്ട് ചെയ്യും. നമുക്ക് ആഡ് ചെയ്യാനുള്ള സംഭവത്തിനും നമ്മൾ കട്ട് ചെയ്യും, നമുക്ക് ആഡ് ചെയ്യാനുള്ള സ്ഥലത്തിനെയും കട്ട് ചെയ്യും. പ്രൊവൈഡഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 സ്ഥലത്തിലും യൂസ് ചെയ്യുന്ന
എൻഡോ ന്യൂക്ലിയസ് ഷുഡ് ബി സെയിം. ഇപ്പം ഞാൻ ഇവിടെ എക്കോ R1 എടുത്താൽ ഇവിടെ ഞാൻ എക്കോ R1 എടുക്കണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് സ്റ്റിക്കി എൻഡ് കിട്ടും, ഇവിടെ എനിക്ക് സ്റ്റിക്കി എൻഡ് കിട്ടും. കിട്ടുന്ന സ്റ്റിക്കി എൻഡ് വിൽ ബി സെയിം. ഞാനിവിടെ പറഞ്ഞു ഇവിടെ നമുക്ക് കണ്ട സെയിം ആയിട്ടുള്ള ആൾക്കാരാ, ഇവർ തമ്മിൽ ഒട്ടും. പക്ഷെ ഇവർ തമ്മിൽ നമുക്ക് ഒട്ടിക്കണ്ട, നമുക്ക് വേറെ ഇതേപോലെ സെയിം ആയിട്ട് വരുന്ന ഒരാളായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒട്ടിക്കണം. ഞാൻ ഈ ഇവിടെ റെഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ കത്തിച്ച് പൊട്ടിക്ക്, ഇപ്പം ഈ എക്കോ R1 വെച്ച് ഞാൻ പൊട്ടിച്ചാൽ എനിക്ക് ഇവിടെ ഈ ബാക്കി ഇതേപോലെ ഇങ്ങനെ തൊങ്ങി പറന്ന് നിൽക്കും. ഞാൻ ഇവിടെ അതേപോലെ വെട്ടി ഞാൻ പറപ്പിച്ചാൽ എനിക്ക് അതേപോലെ വീണ്ടും പറന്ന് നിൽക്കും. ഇവർ രണ്ടുപേരും സെയിം ആയിരിക്കില്ലേ? രണ്ടുപേരും എന്താണ്, രണ്ടുപേരും ഒരേ എൻഡോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ എക്കോ R1 ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത ഇവിടെ കിട്ടിയ സ്റ്റിക്കി എൻഡ് വിൽ ബി സെയിം, ഇവിടെ കിട്ടിയ സ്റ്റിക്കി എൻഡ് വിൽ ബി സെയിം ആൻഡ് ദേ വിൽ ബി കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അതായത് ഇവിടെ എ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. ഇവർ തമ്മിൽ കോംപ്ലിമെന്ററി ആണ്. അതായത് എയും ടിയും, അതാണ് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ്. ഇവിടെ എന്ത് ചെയ്യും, ഇങ്ങനെ കോംപ്ലിമെന്ററി എണ്ണി, ഇവിടെയും കോംപ്ലിമെന്ററി എണ്ണി. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതിനെ കൊണ്ട് വെച്ചാൽ ഇവർ തമ്മിൽ കോംപ്ലിമെന്ററി ആയിട്ട് എന്ത് ചെയ്യും, ബോണ്ട് ചെയ്യും. എന്നിട്ട് ഇത് ഒറ്റ സ്റ്റാൻഡ് ഇതിന്റെ ഇടയിൽ കൂടെ വന്ന് അത് ഇപ്പുറത്ത് വന്നിട്ട് ഇത് പോവും, ഇപ്പുറത്ത് വന്നിട്ട് ഇത് പോവും. രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമുക്കൊരു കൊളാബ് ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ഇതിനാണ് നമ്മൾ ജനറൽ എന്ത് യൂസ് ചെയ്യുന്നത്, റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട സംഭവം രണ്ട് സ്ഥലത്തിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരേ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. ഇപ്പം ഞാൻ എന്താണ്ട് ഒന്നും വേണ്ട, ഇതേപോലെ ഒരു സ്റ്റാൻഡ്, ഓക്കെ, ഒരു സ്റ്റാൻഡിനകത്ത് ഞാൻ ഇതേപോലെ ഞാനൊരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇവിടെ നിൽക്കുവാണ് ഒരു സംഭവം C, അതേപോലെ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് G നിൽക്കുക, ഇത് നമുക്ക് എത്തിക്കാനുള്ള ആളാണെന്ന് കൺസിഡർ ചെയ്യുക. ഇതിനെയാണ് നമുക്ക് ഇവിടെ കൊണ്ട് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഇത് ഇവിടെ പോയിട്ട് ബേസ് പെയർ ചെയ്യൂലേ, ഇവിടെ വന്നിട്ട് ഇവിടെ ബേസ് പെയർ ചെയ്യും. ഇത് ഞാൻ ഇവിടെ ഒരാളെ കട്ട് ചെയ്താൽ എനിക്ക് ഇവിടെയും ബാക്കി ഉണ്ടാവില്ലേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ബാക്കി കിട്ടും. ഇവിടെ എന്തായിരിക്കും, G ആയിരിക്കും, ഇവിടെ C ആയിരിക്കും. ഇതേപോലെ ഒരാൾ നമുക്ക് കിട്ടും. അത് പോയിട്ട് ഇതുമായിട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരൊറ്റ സ്റ്റാൻഡായിട്ട് നമുക്ക് എത്തിക്കാം. ആൻഡ് ഇതിന്റെ കൂടെ ഈ പച്ച സ്റ്റാൻഡും കൂടെ വന്ന് കയറും. നമുക്ക് ഇതിന്റെ കൂടെ ഇവനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ട് എത്തിക്കാം. കട്ട് ചെയ്യുകയും ചെയ്യാം, ഒട്ടിക്കുകയും ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചുമ്മാ കൊണ്ട് വെച്ചാൽ ഒട്ടത്തില്ല. അവിടെ നമുക്ക് പശ വേണം. ആ പശയാണ് നമ്മൾ DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം. എന്താണ് DNA ലിഗേസ് എന്താണ്, ഇവിടുത്തെ പശയാണ്. മോളിക്കുലർ ഗ്ലൂ, ബയോളജിക്കൽ ഗ്ലൂ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ലിഗേസ്. നമ്മുടെ കത്തിരിയുടെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ ഇതിനെ കൊണ്ടുവയ്ക്കുന്നു, ഇതിനെപ്പുറത്ത് വയ്ക്കുന്നു, DNA ലിഗേസ് ഇടുന്നു, അത് പുതിയ ഹൈഡ്രജൻ ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് അവർ തമ്മിൽ സ്റ്റിക്ക് ഓൺ ചെയ്തോളും. ഇതിനാണ് നമ്മൾ ജനറലി റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് കോമൺലി ഉള്ള സംഭവം, വേറെ പ്രത്യേക സംഭവമൊന്നുമില്ല. ഇത് നമ്മൾ ജനറലി എന്ത് ചെയ്യും, നമ്മളിപ്പം ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വെക്ടർ നോട്ട് നമ്മൾ ഇതിനെ ആഡ് ചെയ്യും. വെക്ടറിന് നമ്മൾ ഇതേപോലെ സംഭവം കൊടുക്കും. വെക്ടറിനകത്തോട്ട് ഈ ഒരു പീസിനെ കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് വെക്കും. വെക്ടർ എന്ന് പറഞ്ഞാൽ വാഹനം, ബസ്, കാറ്, ബൈക്ക് എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്ത് ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ കൊണ്ട് ഹോസ്റ്റിനകത്ത് വയ്ക്കും. ഹോസ്റ്റിനകത്താണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്. ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള വാഹനമാണത് വെക്ടർ എന്ന് പറയുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഈ സംഭവം ഇങ്ങനെ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ടെത്തിക്കും. അത് പോയിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഹോസ്റ്റിനകത്തോട്ട് എത്തുന്നു, അതിന്റെ പണി ചെയ്യുന്നു. ഇതാണ് നമുക്ക് ജനറലി ബയോടെക്നോളജി യൂസ് ചെയ്യുന്നത്. കോമൺലി നമ്മുടെ ഈ പറഞ്ഞ എൻഡോ ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ ഇതാ. രണ്ട് സംഭവം നമ്മൾ ഒരേപോലെ കട്ട് ചെയ്യും, അവർ തമ്മിൽ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് വരുന്ന അടുത്ത എൻസൈമാണ് DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം. ഇത്രേ ഉള്ളൂ നമുക്ക് ബേസിക്കലി ഈ ഒരു സംഭവം കൊണ്ട് പറയുന്നത്. ഇനി നമുക്ക് നമ്മളിപ്പോൾ കണ്ട റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ താഴെ വരുന്ന ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇക്കോളജിക്കകത്ത് അടുത്തൊരു എൻസൈമും കൂടെ. ആ എൻസൈം നമ്മൾ ജനറലി ബയോടെക്നോളജി യൂസ് ചെയ്യുന്നില്ല. അതെന്ത് ചെയ്യും, മിഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. മിഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്താൽ എന്ത് പറ്റും, അതിന്റെ ജീനിന്റെ ഇത് വരും, ഒരു റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം ജനറലി ഒരു ജീൻ ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ there are regulations, റെഗുലേറ്ററി സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും എന്ത് ചെയ്തില്ല, എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംഭവം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ഒരേ സംഭവം ജീൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ കണ്ണിനകത്തുള്ള ഒരു സെല്ല് എടുത്ത് ഞാൻ നോക്കിയാൽ എനിക്കൊരു DNA സ്റ്റാൻഡ് കിട്ടും. എൻ്റെ കൈയിനകത്തിരുന്നെടുത്ത് ഞാൻ ഒരു സെല്ല് നോക്കിയാൽ ഒരേ DNA സ്റ്റാൻഡ് കിട്ടും. പക്ഷെ എൻ്റെ കൈയല്ല എൻ്റെ കണ്ണല്ലേ, ഡിഫറൻസും. ആ ഒരു ഡിഫറൻസ് നമുക്ക് ജനറലി DNA റെഗുലേഷൻസ്, ജീൻ റെഗുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അത് ചില സ്ഥലത്തിൽ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും, ചില സ്ഥലത്തിന് ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തില്ല. ഇങ്ങനെ വരുന്ന ജീൻ എക്സ്പ്രഷൻ, ഇപ്പോൾ ഏതൊരു ജീൻ ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്താലേ നമുക്ക് അതിന് യൂസ് ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ഉള്ളവരും മിഥൈൽ ഗ്രൂപ്പ് ഞാൻ കൊണ്ട് ആഡ് ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ സംഭവം എക്സ്പ്രസ് ആവത്തില്ല. ഇപ്പം നമ്മുടെ മറ്റേ ബാക്ടീരിയ പേജിന്റെ സംഭവം വന്നിട്ട് എക്സ്പ്രസ് ആവത്തില്ല. അതാണ് അതിന്റെ ഫസ്റ്റ് ഒരു സംഭവം. നമ്മൾ യൂസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഈസ് ദിസ്. നമ്മൾ ബയോടെക്നോളജിക്കകത്ത് യൂസ് ചെയ്യുന്ന സംഭവം ഇതാണ്. അതെന്തായാലും നമ്മൾ ഈക്കോളജിക്കകത്ത് രണ്ടാമത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം അവിടെ നമ്മൾ കണ്ടുപിടിച്ച് നോക്കി. ഇവിടെ നമുക്ക് ആ ഒരു സംഭവം നമ്മുടെ 1963 തുടങ്ങുന്നത്. 1963 തുടങ്ങിയ സംഭവം അറൗണ്ട് ഒരു 6 വർഷം കഴിഞ്ഞിട്ടാണ്, നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു സംഭവമൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വരുന്നത്, കണ്ടുപിടിച്ച് വരുന്നത്. ഇതിന്റെ സ്റ്റാൻഡ് എങ്ങനെയാണ്, ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള. അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കണ്ടുപിടിച്ച സംഭവമാണ് HINT 2. ആദ്യമായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഫങ്ഷണലായിട്ട് നമ്മൾ യൂസ് ചെയ്ത
റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഹിൻഡ് 2, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതേപോലെ ഹിൻഡ് 1 അല്ല എന്നുള്ളതും കൂടെ ആലോചിക്കുക, കാരണം അത് ടൈപ്പ് 1 ആണ്. ഓക്കെ, ടൈപ്പ് 1 ടൈപ്പ് 2 നമ്മൾ നോർമൽ NCERT ബുക്സിനകത്ത് പറയുന്നില്ല, എന്നാലും ബേസിക് ആയിട്ട് ഒരു ഐഡിയ അറിഞ്ഞു വെക്കുക. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം ബേസ്ഡ് ആയിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും കാര്യം, ഇപ്പം ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക. ഞാൻ ചെറുതായിട്ട് അടുത്തൊരു വീഡിയോ വെച്ച് എൻ്റെ ക്ലാരിഫിക്കേഷൻസ് ഇടാം. അതല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കൊള്ളാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതല്ല, ഈ കണ്ടിട്ട് ഒരു തേങ്ങയും മനസ്സിലായില്ല, ഒട്ടും കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സജഷൻസ്, നിങ്ങളെ വിലയേറിയ സജഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ നമുക്ക് ഇതേപോലെ അടുത്ത ഏത് ടോപ്പിക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊള്ളാം, നല്ല വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നമുക്ക് ചേർന്ന് പഠിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ യു ആർ വാച്ചിങ് റീച്ച് ലേണിംഗ് എഡ്സ് ആൻഡ് ഇറ്റ്സ് മീ രേഗൻ സൈനിങ് ഓഫ്. അപ്പോൾ ശരി, ബൈ.